ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. സഭയുടെ ആത്മാവായ സുവിശേഷവൽക്കരണത്തിന്റെ മുഖ്യ പങ്കാളിയായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:44 വചനം പറയുന്നു, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അതേ പ്രവൃത്തി ഈ സമൂഹത്തിലും ആവർത്തിക്കുവാൻ മതിയായ ദൈവമാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? ഈ ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാം മറന്ന് ആത്മാവിൽ നിറഞ്ഞ് കരമടിച്ച് സഭയിൽ ഒരു പുതിയ ബന്ധവസ്ഥ വെളിപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, നമ്മളായിരിക്കുന്ന ഈ രാജ്യത്ത്, നമ്മുടെ സമൂഹങ്ങളിലെല്ലാം ഒരു പുതിയ ബന്ധവസ്ഥ വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കരമടിച്ച് നമ്മൾ ചേർന്ന് പാടുന്നു എല്ലാവരും. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ വരണമേ, കാലഘട്ടത്തിന്റെ അഭിഷേകമായി നിറയണമേ. എല്ലാ ഹൃദയങ്ങളെയും സുവിശേഷത്തിന്റെ സത്യവചനങ്ങൾക്കായി തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ശക്തിയോടെ കരമടിച്ച് വരവായി പുതു നൽകണമേ പുതു പന്തക്കുസ്താ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി വചനത്തിന്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, അഗ്നിയുടെ ആത്മാവായി, വിശുദ്ധിയുടെ ആത്മാവായി പരിശുദ്ധാത്മ നമ്മളെ കത്തിപ്പടരുവാൻ സ്വരമുയർത്തി ആത്മാവിനെ വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ നാവുകളും കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ, വരണമേ. അഭിഷേക അഗ്നിയായി കത്തണമേ, വചനത്തിന്റെ തീയായി പടരണമേ. ഹല്ലേലൂയ. പാപശക്തികളെ, രോഗശക്തികളെ, ശാപശക്തികളെ, സാത്താന്യ ശക്തികളെ പരിശുദ്ധാത്മാവേ അഭിഷേക ശക്തിയാൽ നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും വചനത്തിനായി തുറക്കപ്പെടട്ടെ. അഭിഷേകത്തിന്റെ അഗ്നി എല്ലാ ജീവിതങ്ങളിലും തീ പോലെ പടരട്ടെ. ഓ സ്പിരിറ്റ് മൂവ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച്
ഒരിക്കൽ കൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് ആത്മാവിനെ വിളിച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് വലിയ ദാഹത്തോടെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. എല്ലാവരും ചേർന്ന് സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ആത്മാവേ വരണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ഹോളി സ്പിരിറ്റ് ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. പരിശുദ്ധ അമ്മേ മാതാവേ, സുവിശേഷ വൽക്കരണത്തിന് നക്ഷത്രമായി ഞങ്ങളുടെ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സകല നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ ആമേൻ. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 നമുക്ക് പരസ്പരം പറയാം, നമ്മൾ ആരും ഇവിടെ വന്നതല്ല, കർത്താവ് കൊണ്ടുവന്നതാണ്. പരസ്പരം എന്ന് പറഞ്ഞേ. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവാണ് കൊണ്ടുവന്നതെങ്കിൽ നമ്മോട് ചിലത് കർത്താവിന് പറയാനുണ്ട്. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. എല്ലാവരും ശാന്തമായിട്ടിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു, മനുഷ്യർ പറയുന്ന 1000 വാക്കുകളേക്കാൾ എത്രയോ എത്രയോ നല്ലതാണ് കർത്താവിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു വാക്ക്. കർത്താവിന്റെ വചനത്തിലാണ് നമുക്ക് വേണ്ട സകല നന്മകളും ഉള്ളത്. എല്ലാ അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും സകല സ്വർഗീയമായ നന്മകളുടെയും താക്കോൽ കർത്താവിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആത്മാവിൽ നിറഞ്ഞ് തിരുവചന സത്യങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്ന് ആഗോള സഭയിൽ പാതുവാൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് ആന്റണി എന്നു പേരുള്ള നാമധാരികളായിട്ടുള്ള എല്ലാവർക്കും വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആശംസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സഭയിലെ വലിയൊരു സുവിശേഷ പ്രഘോഷകനായിരുന്ന ആര്? പാതുവായിൽ വിശുദ്ധ അന്തോണീസ്. നമുക്ക് വിശുദ്ധ അന്തോണീസിനോടൊപ്പം നമുക്ക് ഈ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ സഭയോട് പറയുകയാണ്, 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭിഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് എഫെസോസിലെ സഭയോട് 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ മെസ്സേജ് പറയുകയാണ്. ഇന്ന് എന്നോടും നിങ്ങളോടുമാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുന്നത്. എന്താ ദൈവാത്മാവ് പറയുന്നത്? ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭിഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുക. ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷ്ടം അറിയാതെ നമ്മൾ ജീവിച്ച നമ്മൾ ആര് തന്നെയാണെങ്കിലും, പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതം തികച്ചും ഭോഷത്വമായിട്ട് മാറും. ഈ ലോകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാലും കർത്താവിന്റെ മനസ്സറിയുന്നില്ലെങ്കിൽ, കർത്താവിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ
നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, കർത്താവിന്റെ ആലോചനകൾ, സ്വർഗത്തിന്റെ പദ്ധതികൾ തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം തികച്ചും ഭോഷത്വമാണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്താണ് കർത്താവിന്റെ ആഗ്രഹം? എന്താണ് കർത്താവിന്റെ ആഗ്രഹം? കർത്താവിന്റെ ആഗ്രഹം എന്താ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനം. സുവിശേഷത്തിന്റെ മുഴുവൻ സന്ദേശം ഈ ഒറ്റ വചനത്തിലുണ്ട്. ഇത് സുവിശേഷത്തിന്റെ പ്രഖ്യാപനമാണ്. ഈ വചനം നമ്മോട് പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ സകലരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ ഏകജാതനെ ലോകത്തിൽ നൽകുവാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? ഒരുവൻ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത കർത്താവ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, കർത്താവ് ആഗ്രഹിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയാണ്. സ്വരമേറ്റർ ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മെസ്സേജ് പറ, കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആത്മാക്കളുടെ രക്ഷയാണ്. പറഞ്ഞേ. ചിലർ എന്നെ നോക്കിയിട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്ലീസ്, അതന്നെ, ഇത് നമ്മൾ അറിയണം. കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നു, നമ്മൾ വിടുതല പ്രാപിക്കുന്നു, ഇതൊക്കെ ശരിയാന്നേ. പക്ഷെ അൾട്ടിമേറ്റ് എയിം നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ്. നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ്. യേശു ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നത്, ഈശോ ഭൗതികമായ നന്മകളാൽ നമ്മൾ അനുഗ്രഹിക്കുന്നത്, അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ തിരുവചന സത്യങ്ങളെ കർത്താവ് സ്ഥിരീകരിക്കുന്നത്, ഇതിനെല്ലാം മെയിൻ പർപ്പസ് നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ്. എന്താണ്? നമ്മുടെ ആത്മാവിന്റെ രക്ഷ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ കർത്താവിന്റെ അഭിഷ്ടം അറിയണം. കർത്താവിന്റെ അഭിഷ്ടം അറിയണം. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 10-ാം വചനത്തിൽ വീണ്ടും വചനം പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. എന്താ പറയുന്നത്? നിങ്ങൾ എന്റെ. ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും നോക്കി സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയാ, മകനെ, മകളെ, നീ എന്റെ സാക്ഷിയാണ്, നീ എന്റെ സാക്ഷിയാണ്, നീ എന്റെ സാക്ഷിയാണ്. ഒരിക്കൽ കേരളത്തിൽ ഒരു ബൈബിൾ കൺവെൻഷനെ ഞാൻ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് കടന്നു ചെല്ലുക. അപ്പൊ ഈ വചന പ്രഘോഷണത്തിന് ഒരുങ്ങുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ കൺവെൻഷൻ വഴി അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങേക്ക് എന്താ വേണ്ടത്? ഈ സമയത്ത് കർത്താവ് എന്നോട് പറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഈ കൺവെൻഷൻ വഴി ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ജനം എന്റെ സാക്ഷികളായി മാറണം. എന്റെ ജനം. നമ്മൾ സാക്ഷികളാകാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനായി കൺവെൻഷൻ? നമ്മൾ സാക്ഷികളാകാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ സഭയുടെ ശുശ്രൂഷ? ഓരോ ആത്മീയ ശുശ്രൂഷയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനം ദൈവരാജ്യത്തിന്റെ സാക്ഷികളാകണം. കർത്താവിന്റെ ജനം സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരണം. കർത്താവിന്റെ ജനം സുവിശേഷത്തിന്റെ സാക്ഷികളാകണം. കർത്താവിന്റെ ജനം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൺവെൻഷനും അതിനുവേണ്ടിയാണ് സ്വർഗം നമുക്കായി ഒരുക്കി തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവള്, അവളുടെ പേരാണ് ഫാത്തിമ ഗുൽഷ. വളരെ കുഞ്ഞുനാളിൽ തന്നെ പോളിയോ ബാധിച്ച് ഇവളുടെ ശരീരം തളർന്നു പോയി. നല്ല സമ്പന്നമായ ഒരു മുസ്ലിം കുടുംബം. അവർ ഒരുപാട് ചികിത്സകൾ നടത്തി. അവരുടെ ആചാരപ്രകാരം പല മന്ത്രങ്ങളും തന്ത്രങ്ങളും പൂജാവിധികളൊക്കെ ചെയ്തു. പക്ഷേ ഈ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചില്ല. എന്നാൽ ഫാത്തിമ എന്ന് പറയുന്ന ഈ മിടുക്കി, അവൾ എല്ലാ ദിവസവും ഖുർആൻ വായിക്കുമായിരുന്നു. ഖുർആൻ പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു സത്യദൈവമുണ്ട്. അവളെ ഹൃദയ നുറുക്കത്തോടെ പറഞ്ഞു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു സത്യദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ ദർശിക്കണം, എനിക്ക് ആ ദൈവത്തെ കാണണം. പ്രവാചകനായ ജെറമിയായിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്.
പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ. അങ്ങനെ കണ്ടെത്തിയ ചില ആത്മാക്കള് ഇതിനകത്തിരിപ്പുണ്ട്. അവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എത്ര പേരാ ഒന്ന് കരമടിച്ച് മതം കൊടുത്ത് ഈശോയ്ക്ക്. ഓ ജീസസ്, ജീസസ്, ജീസസ്. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഈ പെൺകുട്ടി ഫാത്തിമ എന്ന് പറയുന്ന ഈ പെൺകുട്ടി, അവൾ പ്രാർത്ഥിച്ചു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സത്യദൈവമേ, എനിക്ക് നിന്നെ കാണണം. മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ ഇവൾ അത്താഴം കഴിഞ്ഞ് ഉറങ്ങുവാനുള്ള സമയത്ത് അവളുടെ മുറിയിൽ ഒരു വലിയ പ്രകാശം വ്യാപിക്കാൻ തുടങ്ങി. ഒരു വലിയ പ്രകാശം വ്യാപിക്കാൻ തുടങ്ങി. സ്വർഗത്തിന്റെ ഗ്ലോറി ആ മുറിയിലേക്ക് ഇറങ്ങി വന്നു. അവൾ കാണുകയാണ്, നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ തന്റെ മുൻപിൽ നിൽക്കുന്നു. അവൾ ചോദിച്ചു, നീ ആരാ? നീ എന്തിനാ ഈ സമയം എന്റെ മുറിയിലോട്ട് വന്നത്? നീ ആരാണ്? ഉടനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഫാത്തിമ, ഫാത്തിമ. കർത്താവ് അവളെ വിളിച്ചു, ഫാത്തിമ, ഫാത്തിമ. നമ്മുടെ പേരുകളെല്ലാം കർത്താവിന്റെ ഉള്ളം കയ്യിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വിളിച്ചു, ഫാത്തിമ, ഫാത്തിമ, നീ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു സത്യദൈവമുണ്ടെങ്കിൽ എനിക്ക് അവനെ കാണണം. യേശു പറഞ്ഞു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സത്യദൈവമായ യേശു ക്രിസ്തുവാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞിട്ട് കർത്താവ് ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ, നീ എന്റെ സാക്ഷിയാണ്. ഫാത്തിമ, നീ എന്റെ സാക്ഷിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഫാത്തിമയെ നോക്കി പറഞ്ഞ അതേ വാക്കുകളാണ് ഇന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുൻപിൽ ഇരിക്കുന്ന എന്നെയും നിന്നെയും നോക്കി സ്വർഗം പറയുന്നത്, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, അവൾക്ക് സ്വപ്നം പോലെ ഇത് തോന്നി. അവൾ ഉറങ്ങി. പിറ്റേ ദിവസം അവൾ എഴുന്നേറ്റു. അവൾക്ക് എന്തെന്നില്ലാത്തൊരു മാറ്റം. അവൾക്ക് അവളുടെ ശരീരം ചലിപ്പിക്കാൻ പറ്റുന്നു. അവൾ പതുക്കെ ആ ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അവളുടെ കൈകളും കാലുകളും അവൾക്ക് ചലിപ്പിക്കാം. അവൾ പയ്യെ ആ കാല് തറയിൽ വെക്കുകയാ. ആദ്യമായിട്ടാണ് അവൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ അവൾക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവൾ തറയിൽ കാലുകൾ വെച്ചു. കാലുകൾ വെക്കാൻ പറ്റുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് നിൽക്കാൻ നോക്കി. അവൾക്ക് നിൽക്കാൻ പറ്റുന്നു. അവൾ പയ്യെ ആ മുറിയിൽ ഇങ്ങനെ നടക്കാൻ നോക്കി. നടക്കാൻ പറ്റുന്നു. ആ മുറിയിൽ അവൾ ഓടാൻ തുടങ്ങി. അവൾ സന്തോഷത്തോട് ഓടിക്കളിക്കുക. അവൾ ഓടിക്കൊണ്ട് പറഞ്ഞു, യേശു എന്നെ സുഖപ്പെടുത്തി, യേശു എന്നെ സുഖപ്പെടുത്തി, യേശു എന്നെ സുഖപ്പെടുത്തി. തങ്ങളുടെ മക്കള്, തങ്ങളുടെ മോള് ഒരു മാൻകുട്ടിയെ പോലെ തുള്ളിച്ചാടുന്നത് കണ്ടപ്പോൾ ആ മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമായി. അവർ ഓടി വന്ന് ഇവളെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് മുത്തം കൊടുത്തു. അവൾ പറഞ്ഞു, അപ്പാ, അപ്പാ, യേശു എന്നെ സുഖപ്പെടുത്തി, യേശു എന്നെ സുഖപ്പെടുത്തി. ആദ്യമൊക്കെ ഈ മാതാപിതാക്കൾക്ക് വലിയ ആനന്ദമായി. എന്നാൽ നാളുകൾ കഴിയും തോറും യേശു, 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 യേശു ഈ പേര് അവരെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. കാരണം ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബമാണ് അവരുടേത്. ആ പേരൻസ് പറഞ്ഞു, മകളെ, ഇനി ഇവിടെ യേശുവിന്റെ പേര് പറയരുത്. നമ്മൾ മുസ്ലിംസ് ആണ്. നമുക്ക് നമ്മുടേതായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഈ പെണ്ണ് പറഞ്ഞു, ശരിയാപ്പാ, അമ്മേ, ശരിയാ. പക്ഷേ ഈ സത്യം എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയത്. നിങ്ങൾക്കറിയോ, താൻ സ്വീകരിച്ച വിശ്വാസത്തിന് വേണ്ടി ആ പെൺകുട്ടിയെ ആ മാതാപിതാക്കൾ അടിച്ചു പുറത്താക്കി. അവളുടെ പേരൻസ് നഷ്ടപ്പെട്ടു. സഹോദരി സഹോദരന്മാർ നഷ്ടപ്പെട്ടു. പാകിസ്ഥാന്റെ തെരുവീഥികളിലേക്ക് അവൾ ഇറങ്ങിച്ചെന്നു. പ്രിയപ്പെട്ടവരെ, നിർഭയം ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി വിളിച്ചു പറഞ്ഞു, യേശുവിനെ സൗഖ്യമാക്കി, യേശുവിനെ സുഖപ്പെടുത്തി. എന്റെ ജീവിതം തകർന്നതായിരുന്നു, ഞാൻ വളരെ ദുഃഖിതയായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തെ കർത്താവ് സൗഖ്യമാക്കി, എന്നെ കർത്താവ് ഉയർത്തി, എന്നെ അനുഗ്രഹിച്ചു. അവളുടെ ടെസ്റ്റ് മണി പറയാൻ തുടങ്ങി. കേട്ടവര് മാനസാന്തരപ്പെട്ട് യേശുവിന്റെ സ്നേഹത്തിലോട്ട് വരാൻ തുടങ്ങി. നിങ്ങൾക്കറിയോ, പാകിസ്ഥാൻ പോലെയുള്ള സ്ഥലത്ത് ഇത് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും അവസ്ഥ?
അവളെ അധികാരികൾ അറസ്റ്റ് ചെയ്തു, പാകിസ്ഥാനിൽ ജയിലടച്ചു. ഞാൻ പറയട്ടെ, യേശു ഉള്ളിൽ വന്നാൽ നിന്റെ കളറ് മാറും. പ്രൈസ് ദി ലോർഡ്. യേശു നിന്റെ ജീവിതത്തെ തൊട്ടാൽ നിന്റെ ലൈഫ് സ്റ്റൈൽ അടിമുടി മാറും. നീ രൂപാന്തരപ്പെടും. പിന്നെ പഴയതുപോലെ ചിന്തിക്കാൻ, പഴയതുപോലെ സംസാരിക്കാൻ, പഴയതുപോലെ പ്രവർത്തിക്കാൻ, പഴയ ശീലങ്ങളിലേക്ക് പോകാൻ നിനക്ക് പറ്റത്തില്ല. നിന്റെ ജീവിതം പൂർണ്ണമായും രൂപാന്തരീകരണത്തിന്റെ ജീവിതമാകും. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? അവർ ഒരു ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, യേശു തൊട്ടാ അടിമുടി മാറും. പറഞ്ഞോ, ഇതാ സുവിശേഷം, ഇതാ സുവിശേഷം, ഇതാ സുവിശേഷം. അങ്ങനെ എത്ര പേരാ മാറി ഇവിടെ ഇരിക്കണേ. പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു ഒരു കാലത്ത്, പക്ഷെ ഇന്ന് മുഴുവൻ സറണ്ടറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയത്, നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും, കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ, കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവളെ ജയിലടച്ചു. ഇവൾ ജയിലിൽ ചെന്ന് അവിടെയുള്ള കൊലപാതകികള്, വ്യഭിചാരികള്, മോഷണത്തിൽ പിടിക്കപ്പെട്ട ജയിൽ പുള്ളികളോടൊക്കെ പറയാൻ തുടങ്ങി. യേശുവിനെ സുഖപ്പെടുത്തി, യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. അനേകർ ഈ വചനം കേട്ട് മാനസാന്തരപ്പെട്ടു, അനുദപിക്കാൻ തുടങ്ങി, അവർ യേശുവിനെ സ്വീകരിക്കാൻ തുടങ്ങി. ജയിലിൽ കൂട്ടമാനസാന്തരം. അധികാരികൾക്ക് മനസ്സിലായി, ഇങ്ങനെ ജയിലിൽ പോയാൽ ജയില് ധ്യാന കേന്ദ്രമായിട്ട് മാറും. അതുകൊണ്ട് ഇതാണ് യേശു തൊട്ടവരുടെ, അവർ തീയായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജയില് ധ്യാന കേന്ദ്രമായിട്ട് മാറും. പാകിസ്ഥാന്റെ അധികാരികൾ അവളെ റിലീസ് ചെയ്തു. അവൾ പിന്നീട് മാമോദീസ സ്വീകരിച്ചു, കർത്താവിന്റെ സഭയോട് ചേർക്കപ്പെട്ടു. ഫാത്തിമ ഗുൽഷ എസ്തേർ ഗുൽഷയായിട്ട് മാറി. ഇന്ന് ലോകത്തിന് അനേകം രാജ്യങ്ങളിൽ ധീരതയോടെ സുവിശേഷത്തിന്റെ കൊടുങ്കാറ്റായി പരിശുദ്ധാത്മാവ് അവളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ജനലക്ഷങ്ങളാണ് അവളിലൂടെ സുവിശേഷം കേട്ട് യേശുവിന്റെ നിത്യരക്ഷയിലോട്ട് വരുന്നത്. നിങ്ങൾ എന്റെ സാക്ഷികളാണ്. എന്താ കർത്താവിന് പറയാനുള്ളത്? ഈ ജൂൺ മാസം 2015 ജൂൺ മാസത്തിൽ ഈ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷൻ വന്നിരിക്കുന്ന എന്നോടും നിന്നോടും എന്താ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്? നിങ്ങൾ എന്റെ, ഉറക്കെ പറഞ്ഞ, നിങ്ങൾ എന്റെ യെസ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് സുവിശേഷത്തിന്റെ ശക്തി? സുവിശേഷത്തിന്റെ ശക്തി എന്താ പ്രിയപ്പെട്ടവരെ? പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:16 ശ്ലീഹ പറയാണ്, സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. കാരണം വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും രക്ഷിക്കുവാൻ കർത്താവിന്റെ സുവിശേഷത്തിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ശക്തിയോടെ. അത് അമേരിക്കക്കാരനാണെങ്കിലും, അത് ഇംഗ്ലണ്ടുകാരനാണെങ്കിലും, അത് ഇന്തോനേഷ്യക്കാരനാണെങ്കിലും, അത് ജപ്പാൻകാരനാണെങ്കിലും, അത് ആഫ്രിക്കക്കാരനാണെങ്കിലും, അത് ഏത് രാജ്യത്തിൽപ്പെട്ടവനാണെങ്കിലും, ആരൊക്കെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവോ അവരെ രക്ഷിക്കുവാൻ സുവിശേഷത്തിന് കഴിയും. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പലരും ഇതിന്റെ അകത്ത് ഇതുപോലെ ഇരിക്കുന്നതിന് കാരണം നാളുകൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ മഹാകരുണയാൽ സുവിശേഷത്തിന്റെ സത്യവചനങ്ങൾ കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തി. നശിച്ചുകൊണ്ടിരുന്ന, പാപത്തിന് പിടിയിൽപ്പെട്ട് നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്റെ ജീവിതത്തോട് എന്റെ കർത്താവ് കരുണ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വചനം കേൾക്കാൻ നിനക്ക് സാധ്യമായത് നിന്റെ തടിമെടുക്കല്ല, നിന്റെ ക്വാളിഫിക്കേഷൻ അല്ല, നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യമല്ല. അതൊക്കെ ആർക്ക് വേണം? മണ്ണാങ്കട്ട. പ്രൈസ് ദി ലോർഡ്.
കർത്താവിന്റെ കരുണയാ. എന്താണ്? ഉറക്കെ പറഞ്ഞേ, ബോധ്യമുള്ള ഉറക്കെ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, കർത്താവിന്റെ കരുണയാ. അതുകൊണ്ട് ഇന്ന് ഈ ജീവിതം ഇതുപോലെ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനം പറയുമ്പോൾ സംഭവം എന്റെ മനസ്സിലോട്ട് കടന്നു വരിക. കഴിഞ്ഞ വർഷം നമ്മുടെ വെള്ളി നോമ്പിന്റെ സമയത്ത് കേരളത്തിലുള്ള ഒരു സെൻട്രൽ ജയിലിലോട്ട് സുവിശേഷം പറയാൻ ഞാൻ കടന്നു ചെന്നു. ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ അത്തരമൊരു എക്സ്പീരിയൻസ്. അവിടെ കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടവരുണ്ട്, വ്യഭിചാര കേസിൽ പിടിക്കപ്പെട്ടവരുണ്ട്, മോഷണ കേസിൽ പിടിക്കപ്പെട്ടവരുണ്ട്. പല ടൈപ്പുള്ള ജയിൽ പുള്ളികളാണ്. ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ കർത്താവേ, ഇവരോട് എന്താണ് പറയേണ്ടത്? ദൈവാത്മ വ്യക്തമായിട്ട് പറഞ്ഞു, സുവിശേഷം നൽകുന്ന പ്രത്യാശയെക്കുറിച്ച് നീ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക. വെറും 1.5 മണിക്കൂർ നേരത്തെ ഒരു ശുശ്രൂഷ. ഞാൻ ആ സമൂഹത്തിലേക്ക് കടന്നു ചെന്ന് സുവിശേഷം നൽകുന്ന പ്രത്യാശയെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ ഹാളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിന്റെ ചലനം അവിടെ വെളിപ്പെടാൻ തുടങ്ങി. ആത്മാവിന്റെ ശക്തമായ ഒരു മൂവ് അവിടെ വ്യാപരിക്കാൻ തുടങ്ങി. ചില വ്യക്തികൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വിതുമ്പി കരയുന്നത് ഞാൻ കണ്ടു. 1.5 മണിക്കൂർ നേരത്തെ വചന ശുശ്രൂഷയ്ക്ക് ശേഷം 5 മിനിറ്റ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശുശ്രൂഷ കഴിഞ്ഞ് ആ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് 5-6 ചെറുപ്പക്കാര് എന്റെ പുറകെ പാഞ്ഞു വരുന്നുണ്ട്. അതിലൊരു ചെറുപ്പക്കാരൻ ഓടി വന്ന് എന്നെ വട്ടം പിടിച്ച് എന്റെ കൈക്ക് പിടിച്ച് എന്റെ ഈ കവിളിൽ ഒരു മുത്തം തന്നിട്ട് പറഞ്ഞു, പ്രിയ സഹോദര, ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെ പോലെയുള്ളവരോട് ഈ ജയിലിൽ വന്ന് സുവിശേഷം അറിയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ജയിലിൽ ആത്മഹത്യക്കായി ഒരുങ്ങുകയായിരുന്നു. ഞാനൊരു കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടവനാണ്. ഞാനൊരു കൊലപാതകിയായതുകൊണ്ട് എന്റെ നാട്ടുകാർക്ക് എന്നെ വേണ്ട, എന്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട, എന്റെ ബന്ധുക്കൾക്ക് എന്നെ വേണ്ട, ആർക്കും വേണ്ടാത്തൊരു ജീവിതം. അവൻ ചിന്തിച്ചു, ഇനി എന്തിനെങ്ങനെ ജീവിക്കുന്നത്? എന്തൊരു ജീവിത ഇത്? ഇതിനേക്കാൾ ഭേദം മരിക്കുകയാണെന്ന് ചിന്തിച്ച് ആ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ പരിപാടികളും അവൻ ആസൂത്രണം ചെയ്യുന്ന സമയത്താണ് അവൻ സുവിശേഷം കേട്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും സുവിശേഷം രക്ഷിക്കുന്നു. സുവിശേഷം ദേശവും ഭാഷയും ഗോത്രവും സംസ്കാരവും ഇതൊന്നും അതിന് തടസ്സമല്ല. പ്രിയപ്പെട്ടവരെ, ഇവൻ എന്നോട് പറഞ്ഞു, ഈ വചനം ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് എന്തെന്നില്ലാത്തൊരു പ്രത്യാശ കിട്ടി. അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം മനസ്സിലായി, യേശുവിന് എന്നെ ആവശ്യമുണ്ട്. ഇനി ഞാൻ മരിക്കത്തില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഞാൻ മരിക്കത്തില്ല. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ അധികം സമയമൊന്നും വേണ്ട. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഒരു സെക്കൻഡ് പോലും വേണ്ട. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ പ്രവർത്തിച്ച അത്ഭുതത്തിന്റെ പൊട്ടിത്തെറിയല്ലേ? പരിശുദ്ധാത്മ പ്രവർത്തിച്ച കൂട്ടമാനസാന്തരങ്ങളല്ലേ? അതല്ലേ സെയ്യൻ യുകെയിലൂടെ ഈ രാജ്യത്ത് പരിശുദ്ധാത്മ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേക ശക്തിയോടെ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? നിരാശയുടെ കയറുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തെ പിശാച് വരിഞ്ഞു മുറുക്കി. എന്നാൽ സുവിശേഷത്തിന്റെ അത്ഭുത ശക്തി അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ആ നിരാശയുടെ കയറ് പൊട്ടിച്ച് ജീവിക്കുവാനുള്ള പുത്തൻ പ്രത്യാശ കൊടുത്ത് ആ സഹോദരന്റെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുക. അവൻ എന്നോട് പറഞ്ഞു, വല്ലപ്പോഴൊക്കെ ഞങ്ങളോട് വന്ന് ഇനിയും ഇതുപോലെ സുവിശേഷം പറയണം. ഞാൻ പറയട്ടെ, സുവിശേഷം കേട്ടത് കൊണ്ട് ചിലരിതിനകത്ത് ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ചത്തു കളഞ്ഞാൽ മതി, ഇത് എന്തൊരു ജീവിത, എന്തിനെങ്ങനെ ജീവിക്കണേ, ആർക്കും വേണ്ടാത്ത ഒരു ബാധ്യതയായ ജീവിതം എന്ന് പലപ്പോഴും മനസ്സിൽ ചിന്തിച്ചവരെ ഇതിനകത്തിരിപ്പുണ്ടെന്ന് വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നു. എന്നാൽ നീ സുവിശേഷം കേട്ടപ്പോൾ, നീ സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോൾ നിന്റെ ആറ്റിറ്റ്യൂഡ് മാറി,
നിന്റെ ജീവിതം മാറി, നിന്റെ കാഴ്ചപ്പാടുകൾ മാറി, നിന്റെ നിരാശ മാറി, നിന്റെ ദുഃഖം മാറി, നിന്റെ ജീവിതം തന്നെ അടിമുടി മാറി. അങ്ങനെ പരിശുദ്ധ മാറ്റിയവര് ഇതിന്റെ ഉള്ളിലുണ്ടോ? ഉണ്ടോ? 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 The gospel of Christ is the power of God. Praise the Lord. Hallelujah. Hallelujah. സുവിശേഷം നമ്മെ രക്ഷിക്കുന്നു. രണ്ടാമത്, ഞാനിത് പറയുന്നത് വേറെ കാര്യത്തിന് വേണ്ടിയാ. രണ്ടാമത്, പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്താ നമ്മിൽ ചെയ്യുന്നത്? ശ്രദ്ധിക്കുക. സുവിശേഷം നമുക്ക് രക്ഷയുടെ ആനന്ദം നൽകുന്നു. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, സുവിശേഷം എന്ത് നൽകുന്നു? ഉറക്കെ പറഞ്ഞേ. ഇത് ഉള്ളിലുള്ളത് കൊണ്ടാ ഇത് അനേകര് ചത്ത് ചീഞ്ഞ് കർത്താവിന് വേണ്ടി പണിയെടുക്കും. ഇതൊക്കെ നഷ്ടക്കച്ചവടാട്ടോ, ഇതൊക്കെ നഷ്ടക്കച്ചവടാ. പക്ഷേ എതിർപ്പുകളും പരിഹാസങ്ങളും നിന്ദനങ്ങളും ഒരു വശത്തെ കുറ്റപ്പെടുത്തലുകളും അപഖ്യാതികളും ഒക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ വരുമ്പോഴും തളരാതെ, മടുക്കാതെ, പിന്മാറി പോകാതെ ആത്മനിറവിൽ സുവിശേഷ വേല ചെയ്യുന്നത് സുവിശേഷം നൽകുന്ന ഒരു ആനന്ദമുണ്ട്. അത് എൻജോയ് ചെയ്തിട്ടുണ്ടോ ബ്രദർ? അത് എൻജോയ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? സുവിശേഷം നൽകുന്ന ആനന്ദം എൻജോയ് ചെയ്തിട്ടുണ്ടോ? അത് കോമഡി ഷോ കണ്ട കിട്ടില്ല, അത് റിയാലിറ്റി ഷോ കണ്ട കിട്ടില്ല, അത് സീരിയലുകൾ കണ്ട കിട്ടില്ല, അത് ടൂറ് പോയാ കേൾക്കാൻ പറ്റുന്നില്ല. അത് തരാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ജോയ് ഓഫ് സാൽവേഷൻ. പറഞ്ഞേ, ഉറക്കം പറഞ്ഞേ. ഈ സാധനം ഉള്ളിലുള്ളത് കൊണ്ടാട്ടോ കുറെ പേരിങ്ങനെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷയുടെ ആനന്ദം അത് സുവിശേഷത്തിന് മാത്രമേ തരാൻ പറ്റൂ. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 34-ാം തിരുവാക്യം എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണത്. പ്രിയപ്പെട്ടവർ, അവിടെ ഫിലിപ്പിയിലുള്ള ജയിൽ വാർഡൻ, കാരാഗ്രഹ പ്രമാണി, വചനം പറയുകയാണ്, അവൻ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബവും, ഉറക്കെ പറഞ്ഞേ, അല്ലല്ല അങ്ങനെ രക്ഷപ്രാപിക്കുക. അത് പൗലോസേ പറഞ്ഞു. അത് 36, അത് 16:31, 16:34 എന്താ? ഓ, കിട്ടിയ തുറക്കം വായിച്ചോന്നേ. അവനും കുടുംബവും ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അത്യന്തം ആനന്ദിച്ചു. പറഞ്ഞേ, അത്യന്തം ആനന്ദിച്ചു. ഉറക്കെ പറഞ്ഞേ, ഒന്ന് സന്തോഷത്തോടെ പറയാന്നേ, അത്യന്തം. ഞാൻ ചോദിക്കട്ടെ, ഈ കുടുംബം എങ്ങനെയുള്ള കുടുംബം? നിങ്ങൾക്കറിയോ, അന്ന് രാത്രി മരണവീടായി മാറേണ്ട കുടുംബം ഇത്. കാരണം തടവുകാരൊക്കെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ഈ ജയിൽ വാർഡൻ അവൻ സ്വന്തം വാളെടുത്ത് ആത്മഹത്യയ്ക്കായി ഒരുങ്ങുന്ന സമയത്താണ് അപ്പോസ്തലനായ പൗലോസ് അവനോട് പറഞ്ഞു, സഹോദര, നീ സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്. അവൻ ഈ പൗലോസിനെയും തടവുകാരൊക്കെ കണ്ടപ്പോൾ പേടിച്ചു വിറച്ച് പൗലോസിനെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, യജമാന്മാരെ, മാസ്റ്റേഴ്സ്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവന് കാര്യം മനസ്സിലായി. ക്രിസ്ത്യാനിറ്റി തമാശ കളിയല്ല, പ്രൈസ് ആൻഡ് വർഷിപ്പ് അത് ചുമ്മൊരു ജാടയല്ല. ക്രിസ്തുവിന്റെ സുവിശേഷം അത് ഒരു മുത്തശ്ശി കഥയല്ല. അതിലെന്തോ പവറുണ്ട്, അതിലെന്തോ ശക്തിയുണ്ട്, അതിലെന്തോ ശക്തിയുണ്ട്. അവന് കാര്യം മനസ്സിലായി. അവന് മനസ്സിലായി രക്ഷയുടെ മാർഗം ക്രിസ്തു മാർഗം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തുവിൽ, ഉറക്കെ പറഞ്ഞേ, ആ വചനം നമുക്ക് പറയാവുന്ന, ഉറക്കെ പറഞ്ഞു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും. ഈ സുവിശേഷം കേട്ട് അവൻ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ ഈ സുവിശേഷം കേട്ടിട്ടില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. ആ ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടും, ആ മക്കൾക്ക് അപ്പനെ നഷ്ടപ്പെടും. ആ രാത്രി ആനന്ദത്തിന് വീടായി മാറേണ്ട വീട് നിലവിളിയുടെ ഭവനമായിട്ട് മാറും. കൂട്ട നിലവിളിയുടെ, മുറവിളിയുടെ ഭവനമായി മാറേണ്ട ആ ഭവനം സുവിശേഷത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ആനന്ദത്തിന്റെ ഭവനമായിട്ട് മാറി. ഹല്ലേലൂയ. ഇതുപോലെ ഒരു സോറി പറഞ്ഞാൽ തീരുന്ന വിഷയമാണ് സുപ്രീം കോടതി വരെ പോണത്. ഇതുപോലെ ഡിവോഴ്സുകൾ വേണ്ടി ആഗ്രഹിച്ച, കുടുംബ ബന്ധങ്ങൾ തകർന്ന അനേകരെ
സുവിശേഷം കേട്ട് അവർ വീണ്ടും ദൈവസ്നേഹത്താൽ തങ്ങളുടെ കുടുംബജീവിതം ആദ്യത്തേക്കാൾ ശക്തിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം കേട്ടപ്പോൾ ക്ഷമിക്കുവാൻ തയ്യാറായി, സ്നേഹിക്കുവാൻ തയ്യാറായി, എളിമപ്പെടുവാൻ തയ്യാറായി, വിട്ടുകൊടുക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, പരസ്പരം അംഗീകരിക്കാൻ തയ്യാറായി. നഷ്ടപ്പെട്ടു പോയ ആനന്ദം, നഷ്ടപ്പെട്ടു പോയ സമാധാനം, നഷ്ടപ്പെട്ടു പോയ സ്നേഹം അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവ് പകർന്നു നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പദം നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ആലപ്പുഴ പട്ടണത്തിൽ ഒരു ബൈബിൾ കൺവെൻഷന് വേണ്ടി കടന്നു ചെല്ലുകയാണ്. കൺവെൻഷൻ കഴിഞ്ഞ സമയത്ത് ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റത്ത് നിന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്തൊരു സ്ത്രീ എന്നെ കാണുവാനായിട്ട് വന്നു. അവൾ എന്നോട് പറഞ്ഞു, ബ്രദർ, നേരിട്ടൊരു സന്തോഷ വർത്തമാനം പറയാനാണ് ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. ഞാൻ ചോദിച്ചു, എന്താണ്? അവൾ എന്നോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഒരു സംശയ രോഗിയാണ്. 14 വർഷം കഴിഞ്ഞ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കുടുംബജീവിതത്തിന്റെ ആനന്ദം ഇതുവരെ അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ആരുടെയെങ്കിലും മുഖത്ത് നോക്കി ചിരിച്ചാൽ ഇങ്ങേർക്ക് പിടിക്കത്തില്ല. ആരെങ്കിലും എന്റെ മുഖത്ത് നോക്കി ചിരിച്ചാൽ വീട്ടിൽ അന്ന് അസ്വസ്ഥതയാണ്, പിന്നെ അടിയാണ്, ബഹളമാണ്. 14 വർഷം കഴിഞ്ഞു, കുടുംബജീവിതത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവൾ പ്രകാരം ചിന്തിച്ചു, ഇനി എന്തിനാ ജീവിക്കുന്നത്? ഇതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. 2 ചെറിയ പെൺകുട്ടികളുണ്ട്. അവൾ മരിക്കാനായി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു, ഒരു വിഷക്കുപ്പിയൊക്കെ വാങ്ങി. അങ്ങനെ ഭർത്താവ് അത്താഴം കഴിക്കുന്നു, മക്കളും അത്താഴം കഴിക്കുന്നു. അവൾ ചിന്തിച്ചു, എന്റെ ദൈവമേ, എന്റെ ഭർത്താവിനും എന്റെ മക്കൾക്കും ഞാൻ അവസാനമായിട്ട് അത്താഴം വിളമ്പി കൊടുക്കുകയാണല്ലോ. അതിനുശേഷം അവർ ഉറങ്ങുന്ന സമയത്ത് വിഷം കഴിച്ച് മരിക്കാൻ ഈ സ്ത്രീ ഒരുങ്ങുകയാണ്. അത്താഴത്തിന് ശേഷം ഭർത്താവും 2 പെൺകുഞ്ഞുങ്ങളും ഉറങ്ങുവാനായിട്ട് പോയി. ഈ സമയത്ത് ഇവൾ മരിക്കുവാൻ വിഷക്കുപ്പി കയ്യിലെടുത്തു. ഈ സമയത്ത് അവളുടെ ഉള്ളിൽ, ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ ഏത് രീതിയും നമ്മെ രക്ഷിക്കുവാനായി ഉപയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ സമയത്ത് അവിടെ ഉള്ളിൽ ഒരു ചിന്ത വരിക, നീ എന്തായാലും മരിക്കാൻ പോവല്ലേ, നീ എന്തായാലും മരിക്കാൻ പോവല്ലേ, നീ ശാലോം കണ്ടു മരിക്കേ, ശാലോം കണ്ടു മരിക്കേ, ശാലോം കണ്ടു മരിക്കേ. വിളിച്ച്, നീ മരിക്കാൻ പോണ ആളാണെന്ന് ശാലോം കാണാൻ പോണേ, മരിക്കാൻ പോണ ആളെന്തിന് ശാലോം കാണണേ? ഉടനെ പരിശുദ്ധാത്മ പറയേ, നീ മരിച്ചോ, എന്നിട്ട് ജസ്റ്റ് ശാലോം കണ്ടോ, ശാലോം കാണും. അങ്ങനെ അവസാനം ഇവള് ആ ചിന്തയ്ക്ക് കീഴ്പ്പെട്ട് മനമില്ല മനസ്സോടെ ശാലോം ടെലിവിഷൻ ഓൺ ചെയ്തു. ഈ ഓൺ ചെയ്ത സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിന് സാന്നിധ്യം എന്നുള്ള ശുശ്രൂഷ ശാലോമിൽ സംപ്രേഷണം ചെയ്യുന്ന സമയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അന്നത്തെ മെസ്സേജ് എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയതായിരുന്നു, അന്നത്തെ ശുശ്രൂഷ എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയതായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു പ്രത്യാശ, ആനന്ദം എന്റെ ഉള്ളിലോട്ട് വന്നു. പിന്നെ ദിവ്യകാരുണ്യ ആരാധനയാ. ഞാൻ അതിനു മുമ്പിൽ മുട്ടുകുത്തി, ഞാൻ പൂർണ്ണമായി സറണ്ടറായി എന്റെ ജീവിതത്തെ ഞാൻ കർത്താവിനെ സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ശുശ്രൂഷ കഴിഞ്ഞ് അവൾ എഴുന്നേറ്റത് ഒരു പുതിയ വ്യക്തിയായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അവൾ എന്നോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഇപ്പോഴും കടുത്ത സംശയ രോഗിയ, ഒരു മാറ്റവുമില്ല അദ്ദേഹത്തിന്. പക്ഷേ ഒരു വലിയ മാറ്റം എന്നിൽ സംഭവിച്ചു. എന്റെ ഭർത്താവിന്റെ ഈ കുറവ് കൃപയായി സ്വീകരിക്കുവാനുള്ള ആത്മനിറവ് എന്റെ കർത്താവ് എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ എന്നോട് പറഞ്ഞു, ഇനി എന്നൊക്കെ സംഭവിച്ചാലും ഞാൻ മരിക്കില്ല. കാരണം എന്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ആനന്ദം, എന്തെന്നില്ലാത്ത ആനന്ദം. അതാണ് രക്ഷയുടെ ആനന്ദം, അതാണ് രക്ഷയുടെ ആനന്ദം. ഇത് സുവിശേഷത്തിന് മാത്രമേ തരാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞേ, എന്റെ കർത്താവേ, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നു. കരമടിച്ചൊരു മതം കൊടുത്തേ. അതുകൊണ്ടാണ് കുടിച്ച് കൂത്താടി നടക്കുന്ന വ്യക്തികളെക്കാളും എന്തൊരു ആനന്ദ കർത്താവിനറിഞ്ഞ ദൈവമക്കൾക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൽ ആദ്യ കാലങ്ങളിലൊക്കെ മദ്യം കഴിക്കുന്ന വളരെ ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷെ അതിനേക്കാൾ എന്തൊരു സുഖം അല്ലേ ഇപ്പോ? അല്ലേ 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 ബ്രദർ? അല്ലേ അല്ലേ ബ്രദർ? അല്ലേ? നോക്കി പേടിപ്പിക്കുക. ശരി, ഇത് കൊള്ളാലോ. അല്ല ബ്രദറെ, ഇപ്പൊ എന്തൊരു സന്തോഷ.
ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടുകൂടി കുടിച്ച് സുമ്മാ സൊറയും അതും ഇതും പറഞ്ഞ് നടക്കുമ്പോൾ ഒരു സുഖം കിട്ടിയിരുന്നു. എന്നാൽ അതിനേക്കാൾ എന്തുമാത്രം ഒരു സന്തോഷമാ, എന്തൊരു സുഖമാണ് കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ. ഈ ഒരു എനർജിയാ പ്രിയപ്പെട്ടവരെ ഇതിന്റെ ഈ ദുഷിച്ച ഈ ലോകത്തിന്റെ നടുവിൽ വിശുദ്ധിയോടെ നിൽക്കുവാൻ എന്നെയും നിങ്ങളെയും പ്രാപ്തമാക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ആനന്ദം, രക്ഷയുടെ ആനന്ദം. അത് സുവിശേഷത്തിന് മാത്രമേ തരാൻ പറ്റൂ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത് ഞാൻ ആ കാര്യം കൂടി പറഞ്ഞേ ഞാൻ ആ പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാൻ പോവുക. പ്രിയപ്പെട്ട മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, സുവിശേഷം എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ എഫെസസ് പട്ടണത്തിൽ ചെന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സുവിശേഷം പ്രഘോഷിച്ചു. ഈ സുവിശേഷ പ്രഘോഷണം കേട്ടുകഴിഞ്ഞപ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചു. പൗലോസ് ശ്ലീഹായുടെ ആ തൂവാലകളൊക്കെ രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടപ്പോൾ അവർ അത്ഭുത സൗഖ്യം പ്രാപിച്ചു. എഫെസസ് പട്ടണത്തിൽ കൂട്ടമാനസാന്തരങ്ങള്. ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. സുവിശേഷം കേട്ട അനേകർക്ക് എന്താ സംഭവിച്ചത്? അവർ തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സംവദിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന മന്ത്രവാദികള്, കൂടോത്രക്കാര്, ആഭിചാരക്കാര്, അവര് പോലും തങ്ങളുടെ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. അവരെല്ലാം മാനസാന്തരപ്പെട്ടു. മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ടു, കൂടോത്രക്കാര് മാനസാന്തരപ്പെട്ടു, ആഭിചാരികൾ മാനസാന്തരപ്പെട്ടു. മന്ത്രം പറഞ്ഞുകൊണ്ടിരുന്ന നാവിൽ അവർ ഭാഷാപരത്തിൽ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എഫെസസ് പട്ടണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് നമ്മെ അത് രൂപാന്തരപ്പെടുത്തും. സുവിശേഷം നമ്മെ രൂപാന്തരപ്പെടുത്തും. പിന്നെ 50-50 ഇല്ല, 50-50 ഇല്ല. നീ എവിടെയായിരുന്നാലും അവിടെ നീ വിശ്വാസത്തിന് വേണ്ടി നിൽക്കും, നീ കർത്താവിന് വേണ്ടി നിൽക്കും. നിന്റെ കുടുംബത്തിലാകാം, ജോലി സ്ഥലത്താകാം, ഫ്രണ്ട്സിന്റെ ഇടയിലാകാം, കമ്മ്യൂണിറ്റിയിലാകാം, നിന്റെ പാരിഷിലാകാം, നിന്റെ കമ്മിറ്റിയിലാകാം. നീ എവിടെയായിരുന്നാലും സ്റ്റാൻഡ് ഫോർ ദ ലോർഡ്, സ്റ്റാൻഡ് ഫോർ ദ ഫെയ്ത്ത്. കർത്താവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി നിൽക്കും. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും ഞാൻ അല്പം വേദനയോടുകൂടി പറയാ, ഇന്ന് പലപ്പോഴും നമ്മുടെ ആത്മീയത്തിൽ വന്നിരിക്കുന്ന ദുരന്തം, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു രൂപാന്തരീകരണത്തിലോട്ട് പലരും വരുന്നില്ല. ഒരിക്കലേ ഒരു പൂച്ച വെള്ളത്തിൽ വീണു. ഈ വെള്ളത്തിൽ കിടന്ന് പൂച്ച കിടന്ന് കരയാ, പ്ലീസ് എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, എന്നെ വെള്ളത്തിൽ പിടിച്ച് കരയിലേക്ക് ഇടണമെന്ന് പറഞ്ഞ് പൂച്ച ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് ഒരു മത്സ്യം കരയിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ആരെങ്കിലും എന്നെ പിടിച്ച് വെള്ളത്തിലേക്ക് ഇടണമെന്നും പറഞ്ഞ് മത്സ്യം കരയാ. പൂച്ച പറയുന്നു എന്നെ പിടിച്ച് കരയിലേക്ക് ഇടാൻ, മത്സ്യം പറയുന്നു എന്നെ പിടിച്ച് വെള്ളത്തിലേക്ക് ഇടാൻ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടുകൊണ്ട് ഒരു തവള നടന്നു വരുന്നത്. തവള ചോദിച്ചു, എന്താ നിന്റെ വിഷയം? അവള് പറഞ്ഞു, എന്റെ തവളച്ചേട്ടായി, എനിക്ക് വെള്ളത്തിൽ കിടക്കാൻ പറ്റത്തില്ല, എന്നെ പിടിച്ച് എനിക്ക് ഇവിടെ ശ്വാസം മുട്ടുന്നേ, എന്നെ പിടിച്ച് കരയിലേക്കിട്. തവള പറഞ്ഞടാ, എവിടെയും നിൽക്കാൻ പഠിക്കുന്നടാ, എവിടെയും. നീയൊക്കെ എന്തോന്നൊരാണടാ നീയൊക്കെ. എടാ, എവിടെ ചെന്നാലും ജീവിക്കാൻ പഠിക്കണം, എവിടെയും നിൽക്കാൻ പഠിക്കണം, അതാണ് ആണത്വം. എന്നിട്ട് ഇത് പറഞ്ഞ് തവള ഒരൊറ്റ ചാട്ടം വെള്ളത്തിലോട്ട്. ഇത് വെള്ളത്തിൽ കിടന്ന് ഭയങ്കര ഡാൻസാ. തവള പറയാ, എന്നെ നോക്കിക്കേ, എന്നെ നോക്കി, കണ്ടുപഠിക്കടാ. ഉടനെ പൂച്ച, ദൈവമേ ഈ തവളച്ചേട്ടായി ഭയങ്കര പുള്ളിയാട്ടോ, കൊള്ളാട്ടോ. ഉടനെ തവള ചോദിച്ചു, നിന്റെ വിഷയം എന്താ? മത്സ്യത്തോട് ചോദിച്ചു, എന്താ നിന്റെ പ്രോബ്ലം, നീ എന്തിനാ കരയണേ? അവൻ പറഞ്ഞു, എന്റെ തവളച്ചേട്ടായി, എനിക്ക് ഈ കരയിൽ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്കിവിടെ ശ്വാസം മുട്ടുന്നു, എന്നെ പിടിച്ച് വെള്ളത്തിലേക്കിട്. ഉടനെ പൂച്ചയോട് പറഞ്ഞ അതേ ഡയലോഗ് നമ്മുടെ തവളച്ചേട്ടായി മീനോടും പറഞ്ഞു, എടാ എവിടെ പോയാലും നമ്മൾ അവിടെ അങ്ങ് അലിഞ്ഞ് ചേർന്നടാ, അല്ലെങ്കിൽ നീ ലോകത്ത് ജീവിക്കാൻ കേൾക്കാൻ പറ്റുന്നില്ല. അതന്നെ. ഇത് പറഞ്ഞിട്ട് തവള വെള്ളത്തിൽ ഒറ്റച്ചാട്ടം കരയിലോട്ട് ഇട്ട് അവിടെ കിടന്ന് ഭയങ്കര ഡാൻസ്. ഉടനെ പൂച്ചയും മീനും ചിന്തിച്ച്, ദൈവമേ ഈ ചേട്ടായി ഭയങ്കര പുള്ളി തന്നെ.
ഇങ്ങനെ ഈ തവള സ്പിരിച്വാലിറ്റി ബാധിച്ച കുറെ പേര് സഭയ്ക്കകത്തുണ്ട്. കൺവെൻഷന് വരുമ്പോൾ അവർ പാടും, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. മറ്റോടത്ത് പോയ വേറെ. അപ്പൊ ഇതിൽ ഏതാ ശരിക്കും? ശരിക്കേതാ ബ്രദറെ? ഭാര്യയുടെ അടുത്ത് ഒരു മുഖം, ഓഫീസിൽ വേറൊരു മുഖം, കമ്മിറ്റിയിൽ വേറൊരു മുഖം, പാരിഷിൽ വേറൊരു മുഖം, വികാരിയച്ഛൻ്റെ അടുത്ത് മറ്റൊരു. അപ്പൊ ശരിക്കുള്ള മുഖം ഏതാ? യഥാർത്ഥ രൂപാന്തരീകരണം, ട്രാൻസ്ഫർമേഷൻ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലോട്ട് വരണം. വില കൊടുക്കാൻ തയ്യാറാകണം. ഇവിടെ ഞാൻ കയറി വരുമ്പോ കേട്ടത് നമ്മുടെ സാജച്ചൻ പറഞ്ഞൊരു കാര്യം, 50-50. അത് ദൈവമക്കൾക്ക് ചേർന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്ത് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി കണ്ണുകളിലേക്ക് നോക്കി ഉറക്കെ പറയണം, മിക്സിംഗ് പരിപാടി അവസാനിപ്പിക്കുക. ഉറക്കെ പറഞ്ഞു മിക്സിങ്. അവിടെ ചെന്ന് അത്, ഇവിടെ ചെന്ന് ഇത്, മറ്റോടത്ത് മറ്റത്. ഈ മിക്സിംഗ് പരിപാടി ആദ്യം നിർത്തണം, എന്നാലേ കർത്താവ് ഇടപെടൂ. Praise the Lord. Stand for the faith. വിശ്വാസത്തിന് വേണ്ടി നിൽക്കാൻ സമർപ്പണമുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? എത്ര പേരുണ്ട്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഇനി തല പോയാലും, ഞാൻ എന്റെ കർത്താവിനെ വിട്ടുകളയില്ല, ഞാൻ എന്റെ വിശ്വാസം ഉപേക്ഷിക്കില്ല, ഞാൻ എന്റെ കർത്താവിനും വിശ്വാസ സത്യങ്ങൾക്കും വേണ്ടി ധീരതയോടെ നിൽക്കുമെന്ന് തീരുമാനമുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? അവർ മാത്രം ഒരു ഹല്ലേലൂയ പറയട്ടെ. അല്ലാത്തവരൊക്കെ മിണ്ടാതിരിക്കട്ടെ. സംഗതി എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്. ഓ ജീസസ്, ജീസസ്, ജീസസ്. അടുത്തിരിക്കുന്ന രണ്ടുപേരോട് ഒരിക്കൽ കൂടെ ചോദിക്കും, ഇങ്ങനെ പോയാ മതി ഒന്ന് ചോദിക്കും. എത്ര കൺവെൻഷനൊക്കെ കൂടിയേ? വല്ല മാറ്റം ഉണ്ടായോ? അല്ല, ഇങ്ങനെ പോയാ മതിയോ? കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു രൂപാന്തരീകരണം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ നമ്മളെ പോലെ ഇതുപോലത്തെ ഒരു കൺവെൻഷനില് ഒരു അമ്മച്ചി വന്നത്, കൺവെൻഷൻ കൂടി സുവിശേഷം കേട്ടത്. സുവിശേഷം അതാ ചെയ്യുന്നത്, രൂപാന്തരപ്പെടുത്തുന്നു, മാനസാന്തരപ്പെടുത്തുന്നു, നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റുന്നു. പിന്നെ ഒരിക്കലും പഴയതുപോലെ ചിന്തിക്കാൻ, പഴയതുപോലെ സംസാരിക്കാൻ, പഴയതുപോലെ നുണ പറയാൻ പറ്റുന്നില്ല, പഴയതുപോലെ ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല, പഴയതുപോലെ തെറി പറയാൻ പറ്റുന്നില്ല, പഴയതുപോലെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. സംസാരത്തിൽ മൊത്തം. ഒരിക്കലും അമ്മച്ചി വന്ന് ധ്യാനം കൂടി, സുവിശേഷം കേട്ടു. അമ്മച്ചിക്ക് കാര്യം മനസ്സിലായി. അമ്മച്ചിക്ക് ചെറിയ പാലിന്റെ ബിസിനസ് ഉണ്ട്. ഒരു 5-6 വീടുകളിൽ അമ്മച്ചി പാല് കൊണ്ട് കൊടുക്കാറുണ്ട്. ഒരു 2 പശുക്കളുണ്ട് അമ്മച്ചിക്ക്. അമ്മച്ചി പിറ്റേ ദിവസം സുവിശേഷം കേട്ട് അമ്മച്ചിക്ക് കാര്യം മനസ്സിലായി. അമ്മച്ചി പിറ്റേ ദിവസം പാല് കൊണ്ടു കൊടുക്കാൻ പോവുക. എല്ലാ വീട്ടിലും 1/2 കുപ്പി പാല്. ഇവിടെ വീട്ടുകാർ ഇവിടെ എന്നാ കളിയത്? ഇന്നലെ വരെ 1 കുപ്പി പാല് തന്നിട്ട് ഒരു മുന്നറിയിപ്പില്ലാതെ 1/2 കുപ്പിയോ? ഞങ്ങൾ ഇനി എവിടെ പോയി പാല് വാങ്ങും? ഞങ്ങൾക്ക് ചായ കുടിക്കണ്ടേ? ഇവര് കിടന്ന് വയലന്റ് ആവാൻ തുടങ്ങി. അമ്മച്ചി പറഞ്ഞു, നിങ്ങൾ ശാന്തമാവും. ഞാൻ എന്നും തരുന്ന പാല് ഇന്നും തന്നിട്ടുണ്ട്. ഇവര് പറഞ്ഞു, കളിക്കല്ലേ, നിങ്ങൾ എന്നെ പറയണേ. ഇന്നലെ വരെ 1 കുപ്പി പാല് തന്നിട്ട് ഇന്നെന്ത് ഈ 1/2 കുപ്പി പാല്? ഇവരാകമാനം ഇവർക്ക് ഒന്നും പിടികിട്ടുന്നില്ല. അവസാനം അമ്മച്ചി പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിലേ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ആ കുപ്പി നിറയുന്നത് വരെ വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. സുവിശേഷം കേട്ടപ്പോൾ അമ്മച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി. പാലിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്ന ബിസിനസ് എന്റെ നിത്യജീവനെ അപകടപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അമ്മച്ചിക്ക് എന്തൊക്കെ നഷ്ടമുണ്ടായി? ധനനഷ്ടം. ആലോചിച്ച് നോക്കിയേ. 1 കുപ്പിയുടെ പൈസ 1/2 കുപ്പിക്ക് കിട്ടുമോ? കേൾക്കാൻ പറ്റുന്നില്ല. പൈസ പോയാലും വേണ്ടില്ല. അമ്മച്ചിക്ക് മനസ്സിലായി, എനിക്ക് വലുത് എന്റെ ഫെയ്ത്ത് ആണ്, എനിക്ക് വലുത് എന്റെ ഇറ്റേണൽ ലൈഫ്, എന്റെ നിത്യജീവനാണ്. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷം ഒരു വ്യക്തിയിൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിന് ഇത്രയും ശക്തിയുണ്ടെങ്കിൽ നമ്മൾ ഈ സത്യം അനേകരോട് പറയണ്ടേ, ഈ സത്യം അനേകർക്ക് പകർന്നു കൊടുക്കണ്ടേ, ഈ സത്യത്തിലേക്ക് അനേകരെ നയിക്കണ്ടേ. അതാണ് സുവിശേഷ വേല. അതാണ് സുവിശേഷ വേല. നിങ്ങൾ എന്റെ സാക്ഷികളാണ്. എന്താ കർത്താവിന് പറയാനുള്ളത്? നിങ്ങൾ എന്റെ, ഒരിക്കലും എന്റെ കണ്ണ് തുറപ്പിച്ചൊരു സംഭവം
എന്നെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഞാൻ ഏതാണ്ട് നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ കോട്ടയത്തുള്ള നമ്മുടെ കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു 5 ദിവസം ഒരു റെസിഡൻഷ്യൽ റിട്രീറ്റ് വേണ്ടി കടന്നു ചെന്നു. ആ ധ്യാനത്തിന് 3-ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് ടീ ബ്രേക്കിന്റെ സമയത്ത് ആൾക്കാരെ കാപ്പി കുടിക്കാൻ വിട്ടിരിക്കുകയാണ്. ഒരു 7 വയസ്സുള്ള ഒരു കുഞ്ഞ്, നല്ല ഒന്നാന്തരം വീട്ടിൽ പറഞ്ഞൊരു കുഞ്ഞാ. അവനെ കണ്ടറിയാം, മിടുക്കനായൊരു കുഞ്ഞ്. ആരും പറയാതെ, ആരും നിർബന്ധിക്കാതെ ഈ കുഞ്ഞെ ആ ധ്യാന കേന്ദ്രത്തിൽ മിറ്റത്ത് കിടക്കുന്ന മിഠായി കടലാസുകളും വേസ്റ്റ് കടലാസുകളും ഒക്കെ ഇങ്ങനെ പെറുക്കി കളയുന്നുണ്ട്. അവരെടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പ്രായത്തിലുള്ള മറ്റു കുഞ്ഞുങ്ങളൊക്കെ ബഹളം വെച്ച് കാപ്പി കീപ്പി എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും പറയാതെ ഈ 7 വയസ്സുള്ള കുഞ്ഞ്, എന്തൊരു മിടുക്കൻ അവൻ, ആ ധ്യാന കേന്ദ്രത്തിൽ മിറ്റത്ത് കിടക്കുന്ന മിഠായി കടലാസുകളൊക്കെ പെറുക്കിക്കളയാ. ഞാൻ അല്പസമയം അവനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞിന്റെ അരികിൽ ചെന്നുകൊണ്ട് ചോദിച്ചു, മോനെ 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 നീ ഇവിടെ എന്താ ചെയ്യുന്നത്? മോനെ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ആ കുഞ്ഞ് എന്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു, അങ്കിൾ 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 ഞാനിവിടെ സുവിശേഷ വേല ചെയ്യുകയാണ്. ജീസസ്, നിനക്ക് പ്രായം 43 ആയല്ലോ, നിനക്ക് പ്രായം 36 ആയല്ലോ, നിനക്ക് പ്രായം 28 ആയല്ലോ, നിനക്ക് പ്രായം 47 ആയല്ലോ. 7 വയസ്സുകാരന്റെ ഈ സുവിശേഷ ദർശനം നമുക്കുണ്ടോ? ഉണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? നമ്മുടെ വിഷയം എന്താണെന്നറിയോ? മറ്റുള്ളവരുടെ കാര്യം അത് കർത്താവാണ്. കർത്താവിനെ രക്ഷിക്കാനുള്ളവരെ കർത്താവ് രക്ഷിച്ചോളും. അതിന് നമ്മൾ ഇങ്ങനെ കിടന്ന് നമ്മളിങ്ങനെ കിടന്ന് പെടാപാട് പെടേണ്ട വല്ല കാര്യമുണ്ടോ? കർത്താവിനെ രക്ഷിക്കാനുള്ളവരെ കർത്താവ് എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു ന്യായം പറഞ്ഞിരിക്കുക പലരും. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണത്തിന് MC റോഡ് ഇല്ലേ, കേട്ടിട്ടില്ല? MC റോഡ് പെരുമ്പാവൂരിൽ നിന്ന് ഞാൻ ചങ്ങനാശ്ശേരിയിലേക്ക് യാത്ര പോവുക. ഇതൊന്നും ഭാവന കാണും നിങ്ങൾ. പെരുമ്പാവൂര് KSRTC സ്റ്റാൻഡിലോട്ട് വരുന്നേക്കാൾ മുമ്പ് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് കൊട്ടാരക്കരയ്ക്ക് ഇങ്ങനെ പോകാനായിട്ട് റെഡിയായിട്ട് വരിക, സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരിക. ഞാൻ ചിന്തിച്ചു, എന്റെ ദൈവമേ, ഈ ഡ്രൈവർക്ക് കരുണ തോന്നണമെങ്കിൽ കരുണ തോന്നട്ടെ എന്ന് ചിന്തിച്ച് ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു. ഡ്രൈവർക്ക് എന്തോ കരുണ തോന്നി. അങ്ങേര് ബസ് അവിടെ നിർത്തി. ഞാൻ ബസ്സിലോട്ട് കയറി. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ സീറ്റൊന്നുമില്ല. അപ്പൊ ഞാൻ ചിന്തി, സീറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ചങ്ങനാശ്ശേരി എത്താലോ, സൂപ്പർ ഫാസ്റ്റ് ബസ്സല്ലേ എന്ന് ചിന്തിച്ച് ഞാൻ ഇങ്ങനെ കമ്പിയും പിടിച്ച് നിൽക്കുക. ഈ സമയത്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോ 3 പേര് വട്ടം കൂടി നിന്ന് അവര് കൈ കാണിച്ചു. ബസ് അവിടെ നിർത്തി. അവരും കയറി ബസ്സിലോട്ട്. വണ്ടി എടുത്തു. ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞില്ല, വേറെ 4 പേരെ ചേർന്ന് കൈ കാണിച്ചു. വണ്ടി അവിടെയും നിർത്തി. എന്നത് അവരും കയറി. വണ്ടി എടുത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ലേ, 3 പേര് വീണ്ടും കൈ കാണിച്ചു. ബസ് അവിടെ നിർത്തി. അവരും കയറി. ഉടനെ ഞാൻ 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 തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനോട് പറയാം, അല്ല ബ്രദറെ, സഹോദര, ഞാൻ അറിയാതെ ചോദിക്കുക, ഇത് കാളവണ്ടിയാണോ സൂപ്പർ ഫാസ്റ്റ് ആണോ? എനിക്കിത് അറിയണം. ഇത് കാളവണ്ടിയാണോ? സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റും കൊടുത്ത് അവിടെ ഇവിടെ വണ്ടി നിർത്തി പോവേ. ഇങ്ങനെ ആരാ ഡ്രൈവറായി അപ്പോയിന്റ് ചെയ്ത്? ഇതിനൊക്കെ ഭേദം കാളവണ്ടി പോലും. ഞാൻ കിടന്നിങ്ങനെ കളി തുള്ളുക. അപ്പോ ഈ സഹോദരൻ കണ്ടിട്ടുണ്ട് ഞാനും ഇതുപോലെ ഓടി വന്ന് കൈ കാണിച്ച് ആ ഡ്രൈവർക്ക് കരുണ തോന്നി വണ്ടി നിർത്തിയത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതിനകത്തായെന്ന് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു, നിർത്തണോ, അധികം മാറ്റേടി വേണ്ട കേട്ടോ. താൻ ഞാൻ കണ്ടതാ, താൻ ആ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്ത് വരുമ്പോ താൻ ഇങ്ങനെ ഓടി വന്ന് കൈ കാണിച്ച് ആ ഡ്രൈവർക്ക് കരുണ തോന്നിയതുകൊണ്ടോ താൻ ഇപ്പൊ ഇതിനകത്തായത്. താൻ അധികം മിണ്ടരുത് കേട്ടോ. അതോടുകൂടി ഞാൻ ക്ലിയറായി. ഓക്കെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചെയ്ത് നമ്മൾ അകത്ത് കയറിയാൽ പിന്നെ ഒക്കെ ഡബിൾ അടിച്ചു ഡബിൾ അടിച്ചു വിടണം. പിന്നെ എവിടെയും ഈ ബസ് വഴിയരികിൽ പലരും കാത്തു നിൽപ്പുണ്ട്. അവരിതിനുള്ളിലേക്ക് വരണ്ടേ, അവരും ഇതിനകത്ത് കയറണ്ടേ. ഞാനും നീയും കയറിയാ മതിയോ? നമ്മളെ പോലെ വഴിയരികിൽ അനേകർ നിൽപ്പുണ്ട്. അവരെ ഇതിനകത്ത് കയറ്റുന്നത് സുവിശേഷ വേല. കരമടിച്ച് മതം കൊടുക്ക് ശക്തിയോടെ. അതിനുള്ള മിഷന, അതിനുള്ള വിളിയ
കർത്താവ് എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ധൈര്യമായി നിങ്ങൾ സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരണം. കുടുംബമായി നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യണം. ഞാനൊരു കാര്യം ആത്മാവിൽ പറയട്ടെ, കർത്താവ് കരുതാതെ കർത്താവ് വിളിക്കുകയില്ല. എല്ലാവരും 2 പ്രാവശ്യം ഉറക്കെ പറഞ്ഞേ, ഉറക്കന്ന് പറഞ്ഞോ. ഈ കൺവെൻഷൻ വലിയ തെളിവല്ലേ? ഇതൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ട്, സോജിച്ചേരോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്തായിരുന്നു അവസ്ഥ. പക്ഷെ കർത്താവ് കരുതി 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 ഇന്നെന്തുമാത്രം ഈ ശുശ്രൂഷയെ വളർത്തി. ഇത് എന്റെയും നിന്റെയും കണ്ണു തുറപ്പിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയ. എന്നിട്ടും പലരും സംശയിക്കുക, സമയായോ 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 സമയായോ. എന്തിനുള്ള സമയം? മരണം വരെ പറഞ്ഞിരിക്കുക, സമയായോ സമയായോ സമയായി, ഇനി ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം കൂടിയും പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് പറയാൻ നിങ്ങളോട് പറയാം. ഞാൻ എവിടെ പോയാലും പറയുന്നൊരു കാര്യമാണ്. കർത്താവ് കരുതാതെ വിളിക്കില്ലാതെ. ഞാൻ 10ാം ക്ലാസ്സിൽ 10th പഠിക്കുന്ന സമയത്താ കർത്താവിന്റെ സുവിശേഷം കേട്ട് ഈശോയെ എന്റെ ഏക രക്ഷകനെ കർത്താവായി സ്വീകരിച്ചത്. 23 വർഷം പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്റെ കൃപയാൽ എന്നെ നടത്തി. എന്റെ യോഗ്യതയാലല്ല, യേശുവിന്റെ യോഗ്യതയാണ്. ഞാനന്ന് +2 കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരിക്കുന്ന സമയം തൃശ്ശൂർ അതിരൂപതയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ഒരു ഏകദിന ധ്യാനത്തിന് വേണ്ടി പോയി. ഒരു ഏകദിന 1 ഡേ ബൈബിൾ കൺവെൻഷൻ, കാലത്ത് 10 മുതൽ ഉച്ച കഴിഞ്ഞ് 4 മണി വരെ. അപ്പൊ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, മോനെ, നീ നിനക്ക് വേണ്ടി ആരോടും ഒന്നും ചോദിക്കരുത്. നിനക്ക് വേണ്ടത് ഞാൻ നൽകും. ഞാൻ നിന്റെ പ്രൊവിഷനാണ്. അപ്പൊ ഞാനത് ഇന്നും അത് വിശ്വസിച്ച് തുടങ്ങുക. ഒരു കുറവില്ലാതെ കർത്താവ് നയിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് എന്റെ പോക്കറ്റിൽ ആകെയുള്ളത് ₹1.75 ഇത് എന്നെ ഒരുപാട് സ്വാധീനിച്ച സംഭവമായതുകൊണ്ട് ഞാനിത് പറയുന്നത്. നിങ്ങൾ സംശയിക്കരുത് കേട്ടോ, സംശയിക്കരുത്. ധൈര്യമായിട്ട് മുന്നോട്ട് വാ. ബാക്കി കാര്യം കർത്താവ് നോക്കിക്കോളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അവിടെ ചെന്നു, വചന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. 4 മണി കഴിഞ്ഞപ്പോൾ അവരെനിക്കൊരു കാപ്പി തന്നു. ഞാൻ കാപ്പി കുടിച്ചു. അവര് വേറെ എനിക്കൊന്നും തന്നുമില്ല, ഞാൻ അവരോടൊന്നും ചോദിച്ചില്ല. എന്റെ വീട്ടിലേക്ക് പിന്നെ ഏകദേശം ഒരു 55-56 കിലോമീറ്റർ ദൂരമുണ്ട്. എന്റെ പോക്കറ്റിൽ ആകെയുള്ളത് ₹1.75. ഞാൻ അങ്ങ് ഭയങ്കര ത്രില്ലായി. എനിക്ക് കർത്താവെ, നിന്നെ പ്രതി എനിക്ക് മനസ്സിലായ കർത്താവ് ഈ സാഹചര്യത്തിന് കരുതാൻ പറ്റും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങി. ഒരു 5-6 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ നടന്ന് പരിചയമില്ലാത്തത് കൊണ്ട് കാലൊക്കെ ആകെ ഒരു വേദന വരാൻ തുടങ്ങി, ഒരു പരവശം വരാൻ തുടങ്ങി. അപ്പൊ ചെറിയൊരു തട്ടുകട പോലൊരു കടയുണ്ട്. ഞാൻ ആ കടയിലെടുത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടായി, എനിക്കൊരു പരവശം വരുന്നു, എനിക്കൊരു സോഡാ സർബത്ത് തരുമോ? ഇപ്പൊ എന്റെ ഈ പരവശം എപ്പോഴൊക്കെ കണ്ടപ്പോൾ എന്നോട് സ്നേഹം തോന്നാൻ അദ്ദേഹത്തിന് കർത്താവ് ഇടവരുത്തി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞു, മോനെ, ഉള്ളത് മതിയടാന്നും പറഞ്ഞ് ഒരു നല്ലൊരു ചെറുതാരങ്ങ എടുത്ത് അത് മുറിച്ച് അത് പിഴിഞ്ഞ് എനിക്ക് നല്ലൊരു സോഡാ സർബത്ത് തന്നു. ഞാൻ എന്റെ കയ്യിലുള്ള ₹1.75 കൊടുക്കുകയും ചെയ്തു. ഇവന് 5 പൈസ കയ്യിലില്ല. ഈ സർബത്ത് കുടിച്ചപ്പോൾ ഒരു ഉന്മേഷം കിട്ടി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ. എന്തൊരു ത്രില്ല! അതാണ് രക്ഷയുടെ ആനന്ദം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അല്ലെങ്കിൽ പണ്ടേ പാടി വേല വിട്ടു പോകും. ഇതത്ര സുഖമുള്ള ഏർപ്പാടൊന്നല്ല ഇത്. എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? അതാണ് ജോയ്, ജോയ്, ജോയ്. സുവിശേഷം നൽകുന്നൊരു സംതൃപ്തിയുണ്ട് ബ്രദർ. സുവിശേഷം നൽകുന്നൊരു ആനന്ദമുണ്ട്. അത് ലോകത്തിന് തരാൻ പറ്റുകയില്ല. അത് നീ ഒന്ന് എൻജോയ് ചെയ്യണം. ഒരിക്കലും എന്നെ കർത്താവിന് വിട്ടുപോവില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നടന്ന് രാത്രി 10 മണിയായി. തൃശ്ശൂർ ഭാഗത്തോട് പോയുള്ളവർക്ക് യാത്ര ചെയ്തോണ്ട് അറിയാൻ പറ്റും. തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ എത്തിയപ്പോഴും എന്റെ ഈ ഉപ്പുറ്റിയൊക്കെ നീര് വന്ന് വേദനിച്ച് ഒരു അടിഞ്ഞ് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ വടക്കേ സ്റ്റാൻഡിന് പൊട്ടിപ്പൊളിഞ്ഞ് റോട്ടിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, എന്റെ കർത്താവേ, നീ എന്നോട് പറഞ്ഞുവല്ലോ ഞാനാ നിന്റെ പ്രൊവിഷൻ എന്ന്. അവസാനത്തെ ബസ്സാ വീടിനടിയിലേക്ക് പോകണം നിൽക്കുന്നത്. ഈ ബസ് മിസ്സായ ഈ റോട്ടിൽ ഞാൻ കിടക്കേണ്ടി വരും. ഈ സമയത്ത് ഉള്ളിൽ ഒരു സ്വരം കേൾക്കുക, മകനെ, മൈ സൺ. കർത്താവ് വിളിച്ചു, മോനെ. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് ദൈവം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ. കർത്താവ് വിളിച്ചു, മകനെ ആ ബസ്സിലോട്ട് നീ കയറ്, ഞാൻ നിന്നെ കരുതിക്കൊള്ളാം. ഞാൻ രണ്ടും കൽപ്പിച്ച് ബസ്സിലോട്ട് കയറി. അങ്ങനെ തൃശ്ശൂര് വടക്കേശാണ്ടിന്ന് ബസ് എടുത്തു. 1/2 കിലോമീറ്റർ പോയ പാട്ടുരാക്കൽ നമ്മുടെ സ്ഥലമുണ്ട്. തൃശ്ശൂർക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും പാട്ടുരാക്കൽ. ഈ പാട്ടുരാക്കൽ എത്തുമ്പോഴേക്കും ബസ് കണ്ടക്ടറുടെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായി. 25 പൈസക്ക് ഇവർ ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. കാശിൽ ഇറങ്ങി പോണവിടുന്ന്, ആരുടെ ബസ്സോട്ട് കയറാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് 5 പൈസ ഇല്ലാതെ. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇന്ന് ഇവിടെ എന്തെങ്കിലും ഒന്ന് നടക്കും. പക്ഷെ എന്നാ നടന്നാലും കർത്താവിന് കരുതാൻ പറ്റും. അങ്ങനെ ബസ് കണ്ടക്ടറിന് അടുത്തടുത്തെങ്കിലും വരുന്നു, ടിക്കറ്റിനായിട്ട് വരുന്നുണ്ട്. ഞാൻ പുറകിലോട്ടൊക്കെ നോക്കുന്നുണ്ട്, വില പരിചയക്കാരുണ്ടോ, ദൈവമേ വില പരിചയക്കാരുണ്ടോ. യാത്രക്കാരൊക്കെ ഒത്തിരി പേരുണ്ടെങ്കിൽ ഒരു പരിചയക്കാരെയും കാണുന്നില്ല. ഇതാണ് ദൈവത്തിന്റെ സൈലൻസ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതും കർത്താവ് അനുവദിക്കും. എന്തിനാണെന്നറിയോ? നിന്നെ വളർത്താൻ, നിന്നെ ശക്തിപ്പെടുത്താൻ, നിന്നെ സ്ഥിരതയുള്ളവരാക്കി മാറ്റാൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കണ്ടക്ടർ അടുത്തേക്ക് വന്നു. ഞാൻ ചുറ്റും നോക്കുന്നുണ്ട്, ദൈവമേ ആരും ഒരു പരിചയക്കാര് പോലില്ലല്ലോ. അങ്ങനെ അടുത്തെത്തി കൈ നീട്ടുന്ന സമയത്ത് പുറകിൽ നിന്ന് ഞാനൊരു വിളി കേൾക്കുക. എടാ മോനെ സന്തോഷ്, എവിടുന്നാണ് ഈ നേരത്ത്? ഞാൻ ഈ വിളി കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ അപ്പയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ഹല്ലേലൂയ. ആള് ഈ കമ്പിയുടെ പുറകിൽ വേറൊരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് പുറകെ നിൽപ്പായിരുന്നു. എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, അങ്കിളേ ഞാൻ ഇന്ന സ്ഥലത്ത് സുവിശേഷം പറഞ്ഞു വരും അങ്കിള്. അങ്കിള് പറഞ്ഞു, മോനെ നല്ല കാര്യടാ, വളരെ നല്ല കാര്യം. എന്നിട്ട് അങ്കിൾ ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു, എടാ മോനെ ബസ്സിന് പൈസ ഞാൻ കൊടുത്തോളോട്ടോ, ബസ്സിന് പൈസ. ഞാൻ പറഞ്ഞു, അത് വേണമെങ്കിൽ 5 പൈസ കയ്യിലില്ല. സ്തോത്രം, സ്തോത്രം. അത് വേണമെങ്കില് അങ്കിള് പറഞ്ഞു, ഞാൻ കൊടുത്തോളാം. എന്നാ ശരി അങ്കിള് കൊടുത്തു. അങ്കിള് കൊടുത്തു. മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചതിനേക്കാളും വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അന്ന് ഈ സത്യം കർത്താവ് എന്നെ പഠിപ്പിച്ചു. കർത്താവ് കരുതാതെ കർത്താവ് വിളിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സാക്ഷിയാവാൻ പിന്നെ എന്തിനാ പഠിക്കണേ? എന്തിനാ സംശയിക്കണേ? എന്തിനാ ഭയപ്പെടണേ? നീ മുന്നോട്ട് വാ. നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തലമുറയെയും കരുതുവാൻ മതിയായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, അതും കൂടി പറഞ്ഞ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുക. സാക്ഷിയായില്ലെങ്കിൽ എന്തു പറ്റും? ഒരൊറ്റ കാര്യം പറയാൻ പോകുള്ളൂ. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ സാക്ഷികളായില്ലെങ്കിൽ എന്തു പറ്റും ബ്രദറെ? നമ്മൾ സാക്ഷികളായില്ലെങ്കിൽ എന്തു പറ്റും? ഒറ്റ കാര്യം പറ്റുള്ളൂ. സാക്ഷികളായില്ലെങ്കിൽ നമ്മൾ പ്രതികളാകും. ഉറക്കെ പറഞ്ഞേ. അതാ വിഷയം. അതുകൊണ്ടല്ല ഈ മെസ്സേജ് ഇവിടെ പറയണേ. ഉറക്കെ പറഞ്ഞ എല്ലാവരും, സാക്ഷിയായില്ലെങ്കിൽ പ്രതിയാകും. പറഞ്ഞേ ഒരു 3 പ്രാവശ്യം ഉറക്കെ പറഞ്ഞു. ആ കെട്ട് അഴിഞ്ഞു പോട്ടെ. ഉറക്കെ പറഞ്ഞു. ബ്രദറെ പറഞ്ഞോ ബ്രദറെ പറഞ്ഞോ. നല്ല കാര്യം പറഞ്ഞോ. എന്റെ അമ്മേ, ഇത് കുഴഞ്ഞൊരു കേസായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെ തൃശ്ശൂര് ഭാഗത്ത് ഒരു ചൊല്ലുണ്ട്. എന്താ ചൊല്ലെന്നറിയോ? ഇവിടെ ഉണ്ടോ നമ്മുടെ പാല, എറണാകുളം, കോട്ടയം, ചങ്ങനാശ്ശേരി ഉണ്ടോ? തൃശ്ശൂര് ചൊല്ലുണ്ട്, വെറുതെ പുലിവാല് പിടിക്കാൻ പോണ്ട കേട്ടോ. എന്താ? എല്ലായിടത്തും ഉണ്ടല്ലോ. അല്ല, അത് പാലയിലുണ്ട്. ശരിയാ, പാലക്കാരെ കാണുന്നുണ്ട് ഇവിടെ. ഇതിന്റെ പുറകിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിന്റെ പുറകിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഒരിക്കല് ഒരു പുലി നന്നായി ഫുഡൊക്കെ അടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്
ഉച്ചയ്ക്ക് ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുക. രണ്ട് മരങ്ങളുടെ നടുവിലാണ് പുലി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുലിയുടെ സുന്ദരമായ വാല് പുലി നീട്ടി വെച്ചിട്ടുണ്ട് പുറത്തേക്ക്. ഈ സമയത്താണ് ഒരു ചേട്ടായി അതിലൂടെ നടന്നു പോണത്. ചേട്ടായിക്ക് ഒരു കൗതുകം, ഈ നല്ല പുലിയുടെ വാല് കണ്ടപ്പോ ഒരു കൗതുകം. ചേട്ടായി ഒറ്റപ്പിടുത്തായി വാലില് പിടിച്ച വശം പുലി അറിഞ്ഞു. പുലി പുലങ്ങ് ഉണർന്ന് തിരിഞ്ഞ് വരാൻ നോക്കിയപ്പോൾ ഈ രണ്ട് മരങ്ങളുടെ നടുവിൽ പുലി ജാമായിട്ട് പോയി. പുലിക്ക് ഇങ്ങ് പോരാൻ പറ്റുന്നില്ല. അപ്പൊ ചേട്ടായിക്ക് കുറച്ചുകൂടി ഒരു തമാശയായി. പുലി കണ്ണൂരിട്ട് കാട്ടുന്നുണ്ട്. പുലി വാല് വിടറ പുലി പറയുന്നുണ്ട്. ഈ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടായി പിടിച്ചു നിൽക്കുക. അവസാനം പുലിയുടെ ഡയലോഗ് പറഞ്ഞു, ഇപ്പൊ നീ പിടിച്ചു നിന്നോ, എപ്പോഴെങ്കിലും ഈ വാല് നീ വിടൂലോ, എപ്പോഴെങ്കിലും ഈ വാല് നീ വിടൂലോ, അപ്പൊ ഞാൻ നിന്നെ ശരിയാക്കണം. അപ്പോളെ ചേട്ടായിക്ക് ബോധം വന്ന, ദൈവമേ അപ്പൊ ഇനി ഇത് വിടാനും പറ്റില്ല. വിട്ട സംഗതി അപ്പ തീരും. ഇതുപോലത്തെ ഇടപാടിലോട്ടാ കർത്താവ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കണേ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താ? കർത്താവിന്റെ കൈക്ക് പിടിച്ച് പിശാചിനെ ചവിട്ടിയവരാ നമ്മള്. കർത്താവിന്റെ കൈക്ക് പിടിച്ച് പാപത്തെ ശാസിച്ചവരാ നമ്മള്. കർത്താവിന്റെ കരം പിടിച്ച് ലോകത്തിന് മേൽ അധികാരത്തോടെ ചവിട്ടി നടന്നവരാ നമ്മള്. ഇനി കൈവിട്ട് നീ നിന്റെ വഴിക്ക് പോയാൽ, സഹോദര സഹോദരി, നീ ആര് തന്നെയാണെങ്കിലും അത് നിന്റെ അവസാനമായിരിക്കും. അത് നിന്റെ കർത്താവിന് വിട്ടുപോയാൽ അത് നമ്മുടെ ആശായിരിക്കട്ടോ. അത്രയും ഇത് കൊട്ടേഷ സംഘത്തിൽ നിന്ന് പെടുന്നേക്കാൾ വലിയ പരിപാടിയെ ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സംശയമുള്ള ഒരു സൂചിത്തിനോട് ചോദിച്ചാൽ മതി, വിവരം പറഞ്ഞു. അത്രയും പ്രധാനപ്പെട്ട കാര്യം. വിട്ടുപോയ സംഗതി വിഷയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ഒരിക്കൽ കൂടെ പറ, ഈ എന്ത് സംഭവിച്ചാലും കർത്താവിന് വിട്ടുപോകരുത്. പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. യെസ്. സാക്ഷിയായിരിക്കും എന്താകും? ഉറക്കെ പറഞ്ഞേ. സാക്ഷിയായിരിക്കും എന്താകും? ഇപ്പൊ ചിലർക്ക് സംശയം, ഇത് ചുമ്മാ ഈ സഹോദരൻ ചുമ്മാ പറയണം. അല്ല, ചുമ്മാ പറയല്ല, വചനം പറയുന്നു. വചനത്തോട്ട് വാ. യെശയ്ക്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 8-ാം വചനത്തിൽ കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. എന്താ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ആ വചനം വായിക്കാം. ഞാൻ പാപിയായ ദുഷ്ടനായൊരു മനുഷ്യനോട് നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ തന്റെ പാപമാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ, പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിലാകാം, നമ്മുടെ സുഹൃത്തുക്കളിലാകാം, നമ്മുടെ ഓഫീസിലാകാം, നമ്മളായിരിക്കുന്ന തൊഴിൽ മണ്ഡലങ്ങളിലോ പ്രവർത്തന മേഖലകളിലാകാം, എവിടെയാകാം. പാപ വഴിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടും അവനോട് യേശുവിനെ കുറിച്ച് പറയാതെ, അവന് വചനം കൊടുക്കാതെ ആ വ്യക്തിയെങ്ങാനും അവന്റെ പാപത്തിൽ മരിച്ചാൽ കർത്താവ് എന്താ പറയുന്നത്? അവന്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. ഞാൻ നിന്നോട്, ഉറക്കെ പറഞ്ഞേ, ഞാൻ നിന്നോട്. കണ്ടോ, അതാ ഇവിടെ ഡിസ്പ്ലേ നോക്കിയേ. എന്നാൽ അവന്റെ രക്തത്തിന് ഞാൻ നിന്നോട്, ഉറക്കെ വായിച്ചോ, ഞാൻ നിന്നോട്. അങ്ങനെയാണെങ്കിൽ എത്ര പേർ രക്തത്തിന് കണക്ക് പറയേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ എത്ര പേർ രക്തത്തിന് കണക്ക് പറയേണ്ടി വരും? ഞാൻ പറയട്ടെ, ഈ വചനത്തിൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യെശയ്ക്കേൽ 33:8 അത് കർത്താവിന്റെ സത്യവചനമാണെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാ, അവന്റെ രക്തത്തിന് ഞാൻ നിന്നോട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സാക്ഷിയായില്ലെങ്കിൽ പ്രതിയാകും. സാക്ഷിയായില്ലെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ രാത്രി എന്റെ വീട്ടിലേക്ക് 1 മണി 2 മണി സമയത്ത് ബൈക്ക് ഓടിച്ചു പോവുക. ഈ പോണ സമയത്ത് ഒരു മനുഷ്യൻ വേറൊരു വ്യക്തിയെ കത്തിക്കൊണ്ട് കുത്തുക. ഈ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് കണ്ട നിമിഷത്തില് ഈ കുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി അവൻ ഓടിക്കളഞ്ഞു, രക്ഷപ്പെട്ടു പോയി. ഞാൻ നോക്കുമ്പോൾ അവന്റെ വയറ്റിൽ കത്തിയുണ്ട്, ചോര ചീറ്റുന്നു, ഇവൻ രക്തം കിടന്ന് പെടയാ. ഞാൻ വേഗം ബൈക്ക് അവിടെ നിർത്തിയിട്ട് ഞാൻ ഓടിച്ചെന്ന്
ഈ വ്യക്തിയുടെ ആ വയറ്റിലെ കടാര ഊരിയെടുത്തു. രക്തം ചീറ്റി എന്റെ ഷർട്ടിൽ എന്റെ ദേഹത്തൊക്കെയായി. ഞാൻ ഇവനെ മടിയിൽ പിടിച്ച് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് പോലീസ് പെട്രോളിങ്ങിന് വരിക. പോലീസ് നോക്കുമ്പോൾ എന്റെ കയ്യിൽ കടാര, ശരീരം രക്തത്തിൽ കുതിർന്നിരിക്കുന്നു. ഒരു മനുഷ്യൻ പടഞ്ഞുകൊണ്ടിരിക്കുന്നു. പോലീസ് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ ഇത്, എന്താ ഇത്, എന്താ ഇത്? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇതുപോലെ 2 മിനിറ്റ് മുമ്പ് ഇങ്ങനെ ബൈക്കിൽ ഓടിച്ചു പോവായിരുന്നു. ഈ സമയത്ത് വേറൊരു വ്യക്തി ഇവനെ കുത്തുന്നതായി ഞാൻ കണ്ടു. ഈ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം കണ്ടപ്പോൾ ഓടിപ്പോയി എന്നൊക്കെ ഞാൻ പറയുമ്പോഴും പോലീസ് എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ സത്യം പറഞ്ഞോ, നീ സത്യം പറഞ്ഞോ. നീ സത്യം പറയാതെ നീ എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ നിന്നെ പ്രതിയാക്കും. എന്താക്കും? ഞങ്ങൾ നിന്നെ പ്രതിയാക്കും. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ തിരിച്ചോര തെറിച്ചു വീണവരാ നമ്മള്. നമ്മുടെ ഹൃദയത്തിൽ നെറ്റിത്തടത്തിലും കർത്താവിന്റെ രക്തത്തിന്റെ മുദ്രയുണ്ട്, കർത്താവിന്റെ രക്തത്തിന്റെ അടയാളമുണ്ട്. കർത്താവ് എന്തുമാത്രം നന്മകളെ തന്നേ, എന്തുമാത്രം അനുഗ്രഹങ്ങളെ തന്നേ, എന്തുമാത്രം സൗഖ്യങ്ങളും അത്ഭുതങ്ങളുമാ നമ്മുടെ ജീവിതത്തിൽ വർഷിച്ചിരിക്കുന്നത്. നമുക്ക് സാക്ഷ്യം പറപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് അവനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാനും നിങ്ങളും സുവിശേഷം പറയുന്നില്ലെങ്കിൽ, യേശുവിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ, വചനം കൊടുക്കുന്നില്ലെങ്കിൽ, അതുമൂലം ആരെങ്കിലും നശിച്ചാൽ ആ വ്യക്തിയുടെ നാശത്തിന് കർത്താവ് ആരോടെ കണക്ക് ചോദിക്കുന്നത്? ഈ വചനം ശരിക്കും ധ്യാനിച്ചാലുണ്ടല്ലോ നമ്മുടെ സകല നിസ്സംഗതയും മാറും. നമ്മൾ കർത്താവിന്റെ വേലയ്ക്കായി മുന്നോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ചിലർ ചിന്തിക്കുക, ബ്രദറെ ഞാൻ അങ്ങനെ പറഞ്ഞു, അവര് കേൾക്കണ്ടേ? ഞാൻ അവരോട് പല പ്രാവശ്യം വചനം പറഞ്ഞു, ഈശോയെ കുറിച്ച് പറഞ്ഞു, അവര് ഞങ്ങളെ കളിയാക്കുക, അവര് പുച്ഛിക്കുക, അവരിത് സ്വീകരിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവരോട് എന്താ കർത്താവ് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക. 9-ാമത്തെ വാക്യം, ദുഷ്ടനോട് തന്നെ മാർഗത്തിന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തന്റെ ദുർവൃത്തിയിൽ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയായിരുന്നാലും യേശുവിനെ കുറിച്ച് പറയാനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. വചനം കൊടുക്കുവാനുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാകണം. ഞാൻ ദിവസത്തിൽ ഒരു വ്യക്തിയോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയും. ഞാൻ യാത്രയിലായിരിക്കുമ്പോൾ, എന്റെ ജോലി സ്ഥലത്ത് എവിടെയായിരുന്നാലും, ഞാൻ ഇവിടുത്തെ നിയമങ്ങളൊക്കെ നമുക്കറിയെങ്കിലും അതിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ കർത്താവിനെ കുറിച്ച് പറയും. ഈ ഒരു തീരുമാനത്തിലോട്ട് നമ്മൾ വരണം പ്രിയപ്പെട്ടവരെ. ഇതിനേക്കാൾ പ്രഷ്യസ് ആയ ഒന്ന് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മക്കളെ, നമ്മുടെ സാധ്യതകളെ, നമ്മുടെ അവസരങ്ങളെ, നമ്മുടെ തലമുറകളെ എല്ലാം നിങ്ങൾ കർത്താവിനായിട്ട് സമർപ്പിക്കണം. പ്രിയപ്പെട്ടവർ, ഇതിനേക്കാൾ പ്രഷ്യസായ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ സാക്ഷികളാണ്. കർത്താവ് പറയും, നിങ്ങളെന്റെ കാലത്തിന് അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവജനത്തിന് മുന്നറിയിപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടം, ഞാൻ ആത്മാവിൽ പറയട്ടെ, ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും അതിനിർണായകമായ കാലഘട്ടമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് പറഞ്ഞ ഓരോ പ്രവചന ദൂതുകളും ഈ കാലയളവിൽ നിറവേറിക്കൊണ്ടിരിക്കുക. മതപീഡനം നമുക്കിന്ന് കാണാൻ കഴിയുന്നില്ലേ? ലോകത്തിന് അനേകം ദിക്കുകളിൽ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി നൂറുകണക്കിന് വ്യക്തികളാണ് രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ടിരിക്കുന്നത്. മതപീഡനം. വീണ്ടും യേശു പറഞ്ഞു, വിശ്വാസത്യാഗം. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ വിശ്വാസത്യാഗം ഉണ്ടാകും. ഇന്ന് കുഞ്ഞുങ്ങള്, യുവജനങ്ങള്, ദമ്പതിമാർ എന്തിനെ സമർപ്പിതര് പോലും വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു, വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നു, വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്യാഗത്തിന്റെ പുതപ്പ് കൊണ്ട് പിശാച് ഈ ലോകത്തെ പുതപ്പിച്ചിരിക്കുക. ഇതൊന്നും അവിചാരിതമല്ല, ഇതെല്ലാം കാലത്തിന്റെ അടയാളങ്ങളാണ്. ഹല്ലേലൂയ. ഈ അടയാളങ്ങൾ എന്താ നിങ്ങളോടും എന്നോടും പറയുന്നത്?
അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ. ഉറക്കെ പറഞ്ഞേ, എന്താണ്? ഉറക്കെ പറഞ്ഞേ, സുവിശേഷവൽക്കരണത്തിന്റെ അത്യാവശ്യകത. വീണ്ടും യേശു പറഞ്ഞു. എന്താ യേശു പറഞ്ഞത്? സ്നേഹം തണുത്തുപോകും, പാപം വർദ്ധിക്കും. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത പാപങ്ങളും വഴിവിട്ട ലൈംഗികതകളും മ്ലേച്ഛതകളും ഭോഗേച്ഛകളുമാണ് നമ്മുടെ നാടുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രണയിച്ച പെണ്ണിനെ കിട്ടാൻ വേണ്ടി ജീവന തുല്യം സ്നേഹിച്ച ഭാര്യയെയും തന്റെ മക്കളെയും വെള്ളത്തിൽ മുക്കിക്കൊല്ല്. എവിടെ? ന്യൂയോർക്കിലോ പാരീസിലോ? കേരളത്തിലായി പോയി പറയണേ. ജീസസ്. പ്രണയിച്ച പുരുഷനെ കിട്ടാൻ ഈ ശരീരത്തിന്റെ നൈമിഷികമായ ഭോഗേച്ഛയ്ക്ക് വേണ്ടി ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവിനെ ജ്യൂസിൽ വിഷം കലക്കി കൊടുത്ത് ഭർത്താവ് മയങ്ങി ഉറങ്ങുമ്പോൾ അവനെ കഴുത്തറുത്ത് കൊല്ലുക. എവിടെ? മാതാമയല്ല ചെയ്യുന്നത്. ആരാ? കർത്താവ് പറഞ്ഞ എത്ര ശരിയാ. പാപം വർദ്ധിക്കും, സ്നേഹം തണുത്തു പോകും. പറഞ്ഞ സ്നേഹം, സ്നേഹം. ഇതൊക്കെ കാലത്തിന് അടയാളം. ഇതൊക്കെ എന്താ നമ്മോട് പറയുന്നത്? അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ. ഇത് കണ്ടിട്ടും കേട്ടിട്ടും നമ്മളിങ്ങനെ നിസ്സംഗരായിട്ടിരുന്ന നമ്മൾ പ്രതികളാകട്ടെ ദൈവമക്കളെ. ഈ മെസ്സേജ് പറയാനാ ഞാൻ ഇവിടെ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ലോകത്തിൽ ജനകോടികളിൽ സുവിശേഷത്തി പടരുന്നു. ലോകം അതിനുടെ രക്ഷകനെ ദർശിക്കാൻ അണിചേരുന്നു. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ലാസലേറ്റും ഫാത്തിമയും മെജുകുറിയായും ചൊല്ലുന്നു. ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കെടുത്ത് ഉറക്കെ പറ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ മിഷൻ തിരിച്ചറിയേണ്ടത്. ഉറക്കെ പറ. ഇതറിയാതെ ഉറക്കം തൂങ്ങി കഥ പറഞ്ഞിരുന്ന് അതും ഇതും പറഞ്ഞ് നേരം കളഞ്ഞ നമ്മൾ കർത്താവിന്റെ മുൻപിൽ പ്രതികളായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. എന്ത് വില കൊടുത്തും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ട് വരണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഒക്ടോബറിൽ സിനഡിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ സത്യങ്ങളെ തൈടം മറിക്ക് പിശാച് തന്ത്രപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ ഒറ്റ വാക്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ദ ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം വചനത്തിൽ വചനം പറയുന്നുണ്ട്. എന്താ വചനം പറയുന്നത്? സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ അവിശേഷിച്ചിരിക്കുന്നവരുടെ യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ഇന്ന് പിശാച് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യുദ്ധം ചെയ്യാൻ. പറഞ്ഞേ, എന്താ ചെയ്യുന്നത്? യുദ്ധം. അതുകൊണ്ട് ഫാത്തിമയിൽ പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട ലൂസിയോട് പറഞ്ഞു, മകളെ, നിങ്ങൾ അന്തിമ യുദ്ധത്തിലാണ്. നിങ്ങൾ അന്തിമ യുദ്ധത്തിലാണ്. പിശാചും അവന്റെ സൈന്യനിരയും ഒരു അന്തിമ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ അന്തിമ യുദ്ധത്തിൽ കർത്താവിന്റെ സൈന്യത്തെ സജ്ജമാക്കുന്ന സ്വർഗത്തിന്റെ സൈന്യാധിപയാണ് പരിശുദ്ധ കന്യകാമറിയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിന്റെ സൈന്യം അഭിഷേകത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. സാത്താൻ കോട്ടകൾ തകരട്ടെ. പൈശാചിക അടിസ്ഥാനങ്ങൾ നിർവീര്യമാകട്ടെ. വിശ്വാസത്തിന്റെ തീ യൂറോപ്പിൽ വീണ്ടും കത്തട്ടെ. ഹല്ലേലൂയ. ദൈവ കൽപ്പനകളെ തകിടം മറിക്കുക. നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന ഫിലിമുകൾ നോക്കിയാൽ മതി. രണ്ടാമത്തെ കൽപ്പന ഞാൻ വിവരിക്കുന്നില്ല. രണ്ടാമത്തെ കൽപ്പനയാ, കർത്താവിന്റെ തിരുനാമം വൃഥാ
പ്രയോഗിക്കരുത്. അത്രയും പരിശുദ്ധമായ കർത്താവിന്റെ നാമത്തെ അവഹേളിക്കാൻ ഇതിനൊക്കെ പുറകെ സംഘടിതമായി പൈശാചിക സംഘടനകള്, ഫ്രീമേസൺ പോലെയുള്ള സംഘടനകൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെ നമുക്ക് കാണാം ആമേ, വിശുദ്ധൻ, കുംഭസാരം, പിന്നെന്താ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സിനിമകളുടെ പേരെ പറയണം, അല്ലാണ്ട് ധ്യാനത്തിൽ പറയുന്ന പരിപാടിയല്ലത്. കർത്താവിന്റെ തിരുനാമത്തെ കളിയാക്കാൻ ഇന്നിപ്പോ ധ്യാനത്തിന് പ്രൈസിനോട് പോലും പറയാൻ പറ്റില്ല. കാരണം സിനിമയ്ക്ക് പേരെന്താ? കുംഭസാരം, ഹല്ലേലൂയ, ആമേൻ. ഇതൊക്കെ ആദ്യം കാണാൻ പോണിതാരാ? നമ്മുടെ ക്രിസ്ത്യാനി. എന്നിട്ടാ ഏറ്റവും മുമ്പിൽ നമ്മളാ. ലോകത്തിനൊരു കാര്യം മനസ്സിലായി, ക്രൈസ്തവനെ എന്നാ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഞാൻ വർഗീയത പറയുന്നതൊക്കെ ഒരു ഇസ്ലാമിനെ ചെയ്യേണ്ട വിവരം അറിയും. നമ്മൾ ആർക്ക് എന്ത് വേണം. കാരണം എന്താണെന്നറിയോ, നമ്മളൊരു മയക്കത്തിലെ ദൈവമക്കളെ. ഉണരേണ്ട സമയമായിട്ടോ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് യുദ്ധം ചെയ്യാൻ, വിശ്വാസ സത്യങ്ങളെ തകിടം മറിക്കാൻ, ദൈവ കൽപ്പനകൾ ഇല്ലായ്മ ചെയ്യാൻ. അതുകൊണ്ട് മുട്ടുമടക്കി കൈവിരിച്ച് നിലവിളിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗത്തിന്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ കൃപയോട് സഹകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സൈന്യമായി നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം. അതിനുള്ള സമയം സമാഗതമായി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹ ബഹുമാനപ്പെട്ട സോജിയച്ചൻ നമ്മുടെ വൈദികരുടെ ധ്യാനത്തിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സജിച്ചൻ നമുക്ക് ഓർക്കാം. എല്ലാ പ്രേക്ഷിതരെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ഇന്ന് കടന്നു വന്ന നിങ്ങൾ ഏവർക്കും ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ഒരിക്കൽ കൂടെ ഉണർവോടെ പറ, നമ്മൾ ഉണരേണ്ട സമയമായി. പറഞ്ഞു. സുവിശേഷ വേലയ്ക്കായി ഇറങ്ങേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. ചില വ്യക്തികൾക്ക് 1ഉം 2ഉം വീട് പോകായി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇനി അങ്ങ് വേലയ്ക്ക് ഇറങ്ങി നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. കരമുയർത്താം. ഈ ഒരു അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. കർത്താവേ, ഈ ഒരു അനോയിന്റിംഗ് ഞങ്ങൾക്ക് നൽകണമേ. ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ധീരതയോടെ സാക്ഷ്യം വഹിക്കുവാൻ, നിർഭയം സുവിശേഷം പ്രഘോഷിക്കുവാൻ, എവിടെയും കർത്താവിനെ ഉയർത്തുവാനുള്ള അഭിഷേകം ഓ സ്വർഗമേ ഞങ്ങൾക്ക് നൽകണമേ. കരമുയർത്തി എല്ലാ മക്കളും കരമുയർത്തട്ടെ. അതരം തുറന്ന് ഒരു 10-40 പേര് കേൾക്കുന്ന സ്വരത്തിൽ, ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരമ്പലോടെ നമ്മൾ അതരം തുറന്ന് സ്വരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, ജീസസ്, റൂഹാ, യേശുവേ, അഭിഷേകം തീ പോലെ കത്തട്ടെ, തീ പോലെ പടരട്ടെ. സുവിശേഷ വേല ചെയ്യാനുള്ള അഭിഷേകം, ആത്മാക്കളെ യേശുവിനായി നേടുവാനുള്ള അഭിഷേകം, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള അഭിഷേകം കർത്താവേ പകരണമേ. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചന കൂടാരത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശുദ്ധാത്മ ശക്തി പരിവർത്തിക്കട്ടെ. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. ആത്മാക്കളെ തരിക എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക എന്റെ സർവവും എടുത്തു
എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക എന്റെ സർവവും എടുത്തുകൊള്ളുക. ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരമ്പലോടെ, മഴവെള്ള പാച്ചിലിന്റെ വേഗതയോടെ 3 ഹല്ലേലൂയ പറഞ്ഞ് നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടതും വലതും മുൻപിലും പിൻപിലുള്ള വ്യക്തികളെ നോക്കി പുഞ്ചിരിച്ച് സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ പറഞ്ഞ് സാക്ഷികളായില്ലെങ്കിൽ പ്രതികളാകും. ഉറക്കെ പറഞ്ഞ് ഇത് പറഞ്ഞുകൊണ്ട് വേണം നീ കൺവെൻഷൻ കഴിഞ്ഞ് പോവാൻ. പ്രൈസ് ദി ലോർഡ്. അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ മറക്കരുത്. കർത്താവിന്റെ പദ്ധതികളോട് സഹകരിച്ച് നമുക്ക് മുന്നോട്ട് വരാം. ദൈവം നമ്മളെ കരുതിക്കൊള്ളും. ആമേൻ. നമുക്ക് എല്ലാ മഹത്വം ഈശോയ്ക്ക് കൊടുത്ത് നല്ല തീപ്പൊരി കൈയ്യടി കർത്താവിന് കൊടുക്കാം.